എടാ ശിവ, ഇതിലൊരു 4 കഷ്ണം എടുത്ത് വറുത്ത് വെക്കട്ടെ. ശരിയമ്മ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്ത് പറ്റി രാവിലെ തൊട്ട് വല്ലാണ്ടിരിക്കുന്നേ? സുഖല്ലേ? ഞാൻ അച്ഛനോട് പോവാൻ പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും ഒരു ദിവസമല്ല അമ്മ നാട്ടിലേക്ക് പോകുന്നത്. ഞാൻ റിലാക്സ് ആയിക്കോളാം. അമ്മ പോയിട്ട് വാ. അമ്മ, എന്താടാ? ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത കുറുമ്പില് അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറുമ്പ് ഏതാണ്? നീ കാണിക്കുന്ന എല്ലാ കുസൃതിയും എനിക്ക് ഇഷ്ടാടാ. പ്രധാനപ്പെട്ടൊന്ന് പറ. പ്രധാനപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ ദീപാവലിക്ക് തലെന്ന് പറയില്ലേ, നിന്റെ ഇഷ്ടപ്പെട്ട ഹീറോ അഭിനയിച്ച പടം വേലായുധം റിലീസായില്ലേ? അതെന്ത് സിനിമയായിരുന്നു? ആലുമ ഡോലുമ എന്ന് പാട്ടുണ്ടായിരുന്നല്ലോ. ആലുമ ഡോലുമ, ആ പാട്ട് അതിലുണ്ടായിരുന്നല്ലോടാ. വേതാളം, ആ പടം റിലീസായില്ലേടാ? പറയമ്മേ, പേടിക്കാതെ പറ. ശിവ, ശിവ, എഴുന്നേക്കടാ. എന്താടാ? പടം പൊളിച്ചു. അടിപൊളിയാ പടം. ആർക്കും കളിയാക്കും പോലും പറ്റാത്ത രീതിയിലുണ്ട് പടം. ഒരുപാട് സന്തോഷായടാ. എന്റെ മോൻ 3 നേരം നല്ലോണം ഭക്ഷണം കഴിക്കും. എഴുന്നേക്കടാ. അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞടാ. വന്ന് എനിക്ക് ഡ്രസ് എടുത്തതാടാ. തിരിക്ക വിടലാമാ. വരൂ. അച്ഛാ, പൊളിച്ചാ. 5000 തന്നേന് ഇതാണ് അവിടെ അഡ്രസ്. 30 ടീഷർട്ട് വാങ്ങിച്ചു വെച്ചാ 3 നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം ഫ്രണ്ട്സിന് കൊടുത്തു. ഇതിനെന്താ കുഴപ്പം? അടുത്ത് വാ, ഫോട്ടോ എടുത്തു. ഒന്ന് നിക്കടാ. നിങ്ങൾ എന്താ അങ്കിൾ തലയുടെ ടീഷർട്ട് ഒക്കെ? ഞാനും അദ്ദേഹത്തിന്റെ ഫാൻ അല്ലേ. അങ്കിൾ അടിപൊളി അങ്കിൾ. ചേച്ചി, നിന്റെ മോന് വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യോ? അതെ ചേച്ചി, അവന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. കൊള്ളാലോ ചേച്ചി. അച്ഛാ, കുക്കി കുമാർ നമ്മുടെ ഫാമിലി ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നു. ഇതില് പഞ്ച് എന്താണെന്ന് അറിയോ? തലയെ ആരാധിക്കുന്നവനെ കണ്ടിട്ടുണ്ടാകും, പക്ഷെ ഒരു കുടുംബം തന്നെ തലയെ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം കൊട്ടിക്കൊണ്ടിരിക്കല്ലേ. ആവശ്യം പോലെ കമന്റ് വരുന്നുണ്ട്. പുറത്തോട്ട് പോയാലേ അജിത്തിന്റെ വലിയ ഫാൻ ആണെന്നും പറഞ്ഞ് സെൽഫി എടുക്കുന്നു. കുറെ പേര് കമന്റ് ചെയ്യുന്നു. ആര് പറഞ്ഞു നിങ്ങൾക്ക് വയസ്സായെന്ന്? എന്റെ മോൻ വാങ്ങി തന്ന ടീഷർട്ട് ഇട്ടപ്പോ നിങ്ങൾക്ക് 10-15 വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ട്. ഒരു കല്യാണം കൂടി വേണമെങ്കിൽ കഴിക്കാം. അത് ശരി, നല്ല ഐഡിയ തന്നെയാ. ഇപ്പൊ വിളിച്ചോണ്ട് വരാം. കാല് തല്ലി ഓടിക്കും ഞാൻ. പോത്ത്. അന്ന് മുതൽ ഇന്ന് വരെ ഏതൊരു വിശേഷത്തിന് പോയാലും അവളെ കെട്ടിക്കോട്ടെ ഇവളെ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ ഞാൻ മോന്തയ്ക്കൊരു കുത്തു കൊടുക്കും. നീ കാരണം ഞങ്ങൾക്ക് കിട്ടിയ എന്റർടൈൻമെന്റ്. ഓക്കെ അല്ലേ? എന്താ മച്ചാനെ, എത്ര രൂപയ്ക്കാടാ പറ്റു വെച്ചിരിക്കുന്നത്? 100 രൂപ. അടിച്ചു പൊളിക്കല്ലേ. ചുമ്മാരിടാ, നീ കാരണം ആ വിജയ് സേതുപതിയുടെ ഡൂപ്പ് നമ്മൾ അകത്ത് കയറ്റുന്നില്ല. മച്ചാനെ, എന്താന്ന് നീ ആ പോസ്റ്ററിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നെ. ഈ പൊല്ലാതൻ സിനിമയില് ധനുഷിനെ സന്താനം വിളിച്ചോണ്ട് പോയില്ലേ, അതുപോലെ തന്നെ എന്നെയും വിളിച്ചോണ്ട് പോയടാ. മച്ചാനെ, റൈറ്റിൽ പോടാ. പോസ്റ്റർ ഉണ്ട്, പക്ഷെ അതിന്റെ മുമ്പിൽ തന്നെ ഒരു പെണ്ണുണ്ടല്ലോ. റൈറ്റിൽ പോ ലെഫ്റ്റിൽ പോ എന്ന് പറയുന്നത് എവിടെയാടാ നീ എന്നെ വിളിച്ചോണ്ട് പോകുന്നേ? നീ പോടാ, ഞാൻ പറയാം. 20 സ്പീഡിൽ തന്നെ 20 കിലോമീറ്റർ കറങ്ങിയടാ. എടാ, നിനക്ക് ഈ പോസ്റ്റർ കീറുന്ന കോട്ട ഇനിയും കഴിഞ്ഞില്ലേ? കറക്റ്റ് മച്ചാനെ. അളിയാ പറഞ്ഞത് കേക്കടാ. കിട്ടിയടാ, ഒട്ടിച്ച സ്ഥലം കണ്ടില്ല. വേണ്ടടാ, ആരെങ്കിലും കണ്ട. ചെന്നൈയിൽ ഒട്ടിച്ച തന്നെ ഞാൻ വെറുതെ വിടില്ല. ഇതിന് മധുരയിൽ എന്റെ കണ്ണൂരിൽ ഒട്ടിച്ച ഞാൻ വെറുതെ വിടില്ല. അളിയാ, ഞാൻ പറയുന്ന കേൾടാ. വേണ്ടടാ. നിക്കടാ, ഞാൻ ചെയ്തോണ്ടിരിക്കില്ലെന്ന് മിണ്ടാതിരിക്കും. എടാ, ഈ ഏരിയ അത്ര നല്ലതല്ല. പറഞ്ഞാ കേൾക്കൂല. പോയി.
വാടാ. എന്തോന്നാ കാണിക്കുന്നേ? അത് അവൻ മുള്ളിക്കൊണ്ടിരിക്കുക ചേട്ടാ. ഒരുപാട് മൂത്രം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അത് ശരിക്ക് വന്നില്ലെന്ന് അതിനെന്താ, തോന്നുന്നു. ഇപ്പൊ ഞാൻ വരുത്തി കാണിക്കാലോ. തള്ള കെട്ടിപ്പോയി. എന്ത് ചെയ്യാൻ പോകുന്നു? അല്ല സുഹൃത്തെ, എന്തായി കാണിക്കുന്നേ? മൂത്രം വെച്ചോണ്ടിരിക്കണേ ബ്രദർ. മൂത്രം ഒഴിച്ച് കഴിഞ്ഞോ? ഇത്രയും പേര് നോയിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ പോവാനാ? അപ്പുറത്ത് പോയി നിൽക്കാം, ഞാൻ ഇപ്പൊ വരാം. ഡാ, അടിച്ചു കൂട്ടറാ. അമ്മേ. സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ അമ്മൂമ്മയുടെ ബ്രഷ് എടുക്കുന്നു. ആ. എന്തുവാടാ? മച്ചാനെ, you don't worry. Silly matter. ബാസ്, ആ ചേട്ടൻ അടിച്ചപ്പോ തന്നെ ആ. എനിക്ക് വരേണ്ടതൊക്കെ വന്നുപോയി. അത് കുറച്ചല്ലേ വന്നുള്ളൂ. ആ. ഞാൻ നന്നായി വരുത്തി കാണിച്ചു തരട്ടെ. ഇവനെ അടിച്ചു കൊല്ലടാ. നീ ദളപതി ഫാനാണോ? അതേട്ടാ, ഞാനും വിജയന്റെ ഫാനാ. അവനെ വിടരുത്. വാടാ. അടിച്ചു കൊല്ലടാ. അവന്മാരടിച്ച അടിയില് അവന് മൂത്രം മാത്രമേ വന്നുള്ളൂ. പക്ഷെ എനിക്കെല്ലാം വന്നതാ. അടി വാങ്ങിച്ചതിൽ കുറച്ച് വിഷമമുണ്ട്. പക്ഷെ എന്റെ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഒരാൾ 5 പേര് ചേർന്ന് അടിച്ചിരിക്കുന്നു. അത് ഡെലിറ്റ് ചെയ്യുന്ന പോലെ അടുത്ത ദിവസം തന്നെ മാസായിട്ടൊരു സീൻ. ഒന്ന് നിർത്തേ. ഹൈ സ്പീഡ് മ്യൂസിക്കിൽ വന്നോണ്ട് ശരിക്ക് കേട്ടില്ല. ഒന്ന് തെളിച്ചൊരു പ്രാവശ്യം കൂടി പറഞ്ഞേ. ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ. അതിന് ചേട്ടാ, അജിത്തിന്റെ മാസ് ഫാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മാസായിട്ട് സോങ് ചെയ്യാന്ന്. ഫാൻസിനെ വെച്ചാൽ എടുക്കാൻ പോകുന്നേ. പിന്നെ അജിത്തിന്റെ ഫാൻസിനെ മാത്രം പറയുന്നേ. ആരുടെ ഫാൻസ് ആണോ അവരെ കുറിച്ച് മാത്രമേ പറയാൻ എന്താ പാടുള്ളൂ. പറഞ്ഞേ? മാസ് സോങ്. അതിനു മുമ്പ് അജിത്, ഞങ്ങളുടെ ഏരിയയിൽ ഒന്ന് പേര് പറഞ്ഞു കളിക്കരുത്. എന്ത് പറയണെങ്കിൽ തല എന്ന് സോറി ഏട്ടാ. ഒന്ന് ചേട്ടനെ വെച്ച് ഞങ്ങള് അട്ടങ്ങടെ മോളെ നീ പറഞ്ഞേ. ഒന്നുമില്ല ജി, വിസ്കോം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാ ബോർ അടിക്കുന്ന പോലെ ഷോർട്ട് ഫിലിം എടുക്കുന്നു ഒരു പേരുണ്ട്. അതുകൊണ്ട് മാസ് സോങ് എടുക്കാന്ന് അതാ തീരുമാനിച്ചു. നിങ്ങളുടെ ഈ ഏരിയയില് ഏരിയയില് നല്ലോണം ഡാൻസ് കളിക്കുന്നത് ചേട്ടനാണെന്നാ പറഞ്ഞു കേട്ടത്. അതുകൊണ്ടാ. അതുകൊണ്ട് ചേട്ടാ നിങ്ങളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാന്ന്. അവൻ എന്ത് പറയും? അയ്യോ, വീണ്ടും ഹൈ സ്പീഡിൽ തിരിയുന്നല്ലോ. തല എന്ന് പറഞ്ഞാലേ ഞാൻ കളിക്കും. തലയുടെ പാട്ടിന് വേണ്ടി ഞാൻ കളിക്കില്ലേ മോളെ? ആ പാട്ടൊന്ന് പ്ലേ ചെയ്യും മോളെ. ஒரே வானம் ஒரு தலதான், பூமிக்குடையோன் இனி அவர்தான், தீரும் வாக்கும் தளபதி தான், நெஞ்சம் வாழும் அதிபதி தான், சால்ட் அண்ட் பேப்பர் தான், ஸ்டைலில் சூப்பர் தான், நட்டில் உள்ளோனடா, இளநீர் போல் உள்ளம் இனிக்கும் தேனுள்ளம் இளைய தளபதிடா. ஹே அடடே ഗജം പോലെ തലയെടുപ്പജിത്തിന പാടട്ടെ വിജയത്തെ പേരിൽ അണിഞ്ഞവൻ. ഒരേ വാനം ഒരു തലതാൻ, ഭൂമിക്കുടയോൻ ഇനി അവർതാൻ, വീറും വാക്കും ദളപതി താൻ, നെഞ്ചം വാഴും അധിപതി താൻ. കൂട്ടിക്കൊണ്ട് പ്രാഞ്ചിയായി നിൽക്കാറില്ല, എന്നാലും തലയുടെ ആരാധകർ നാം. ആരാധകർക്കെല്ലാം മണ്ണൻ, അവരോടൊപ്പം നിൽക്കും മണ്ണൻ, വിലയുള്ള മനസ്സുള്ള വിജയ് സൂപ്പറാ. പടം വന്നിറങ്ങിയാൽ ഹൗസ്ഫുൾ തിയേറ്റർ, ഒച്ചയിടും മച്ചാനെങ്കിൽ ഉച്ചിയിലും തീ പറക്കും. ഇല്ലാ പകല് ചൊല്ലി റേറ്റിംഗ് കൂട്ടാൻ നോക്കുകയില്ല, ടീസർ വന്നാൽ തന്നെ റെക്കോർഡെല്ലാം തവിട് പൊടി. തലയിൽ എത്തി വച്ചും
തലയെ ആരാധിക്കും തലവൻ തല ഒന്നുതാ അടടേ ഗജം പോലെ തലയെടും പജിത്തിന പാടടേ വിജയത്തെ പേരിൽ അണിഞ്ഞവൻ Everybody, come and check it out. It's gonna be the super war. We are the soldiers of the the kingdom of the number one Bollywood. டண்டனக்கா பாட்டு இது இன்டர்நெட்ல ஹிட் நாளை முதல் பாட்டு ஃபேன்ஸினுள்ள ட்ரீட் வெயிட் 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 வெயிட்டடா காற்றை போல பறந்து வரும் தளபதி தன் ஆக்ஷன் மாச ஜாக்கி ஜானு போலும் மாச இல்லடா கொட்டு சுட்டு ஷூ அணிஞ்சு நடந்து வரும் தலைவரே ஜேம்ஸ் பாண்ட் போல உள்ள லுக் നോക്കടാ ഗൂഗിൾ ഗൂഗിൾ ആകെ മച്ചാൻ നിറഞ്ഞാടി നിന്നാൽ ലോകമേ മറന്ന് കൈയടിച്ചു കൂടെയാടും അലുമാഡോലുമാന്ന് തല മച്ചാൻ ഇറങ്ങിയാൽ ആകാശത്തിൻ കീഴെല്ലാം കൂട്ടുകൂടി കൂത്തടിക്കും ഹൃദയം പെൺകൊടിക്ക് ഉയരോ മണ്ണിനേകം ലൈഫോ ദളപതിക്കുതാ അടടേ ഗജം പോലെ തലയെടും പജിത്തിന പാടടേ വിജയത്തെ പേരിൽ അണിഞ്ഞവൻ ഒരേ വാനം ഒരു തലതാൻ ഭൂമി എല്ലാം ഇനി അവർതാൻ വീറും വാക്കും ദളപതിതാൻ നെഞ്ചിൽ വാഴും അധിപതിതാൻ സാൾട്ട് ആൻഡ് പെപ്പർ താൻ സ്റ്റൈലിൽ സൂപ്പർ താൻ നട്ടലുള്ള നടാ ഇളനീർ പോലുള്ളം ഇനിക്കും തേനുള്ളം ഇളയ ദളപതിടാ സോങ് യൂട്യൂബിൽ കുറേ വ്യൂസ് ക്രോസ് ചെയ്തു. പക്ഷെ എനിക്ക് ചെറിയ ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. കാരണം ഈ സോങ്ങിൽ വേറൊരു ഹീറോ വന്നിട്ടുണ്ട്, സൂര്യ. ഇല്ലി സൂര്യ എന്റെ ഫേസ്ബുക്ക് എനിമിയവൻ. തലയാണോ തലപതിയാണോ എന്ന് ഞങ്ങൾക്ക് എപ്പോഴും മുട്ടും. ഈ സോങ്ങിൽ അവൻ നേരെ കളിക്കാത്തോണ്ട് അപ്പൊ ഞാൻ അവനെ കളിയാക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന് തുറക്ക്. ഡാൻസിൽ ഞാൻ കുറച്ച് വീക്കാണടാ. പക്ഷെ ഒരു ദിവസം നമ്മൾ കണ്ടുമുട്ടും, അന്ന് അറിയാം ആക്ഷനിൽ ഞാൻ എത്ര സ്ട്രോങ് ആണ്. എന്നടാ പറഞ്ഞേ എന്റെ തളപതിയെ പറ്റി? വീണ്ടും അങ്ങനെ തന്നെ പറയും. പക്ഷെ അവനുണ്ടല്ലോ, തലപതിയെ കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ചെറിയ കുട്ടികളെ കടിച്ചിട്ട് ഫേസ്ബുക്കിൽ സ്റ്റേറ്റസ് ആയി ഇട്ട് മറ്റുള്ളവരെ പേടിപ്പിക്കും. നമുക്ക് ചെറുതായിട്ടൊക്കെ പേടി തോന്നും. FB അല്ലേ, നമ്മുടെ റിയാക്ഷൻ ഒന്നും പുറത്ത് കാണില്ല. എടാ, നമ്മുടെ മീറ്റിംഗ് പെട്ടെന്ന് തന്നെ നടക്കുന്ന എന്റെ മനസ്സ് പറയുന്നടാ. എടാ മധുര മോനെ, ഏതോ ഒരു മൂലയിൽ ഇരുന്നിട്ട് ആ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണോ നീ? മോനെ, നീ എങ്ങാനോ എന്റെ കയ്യിൽ പെട്ടാണ്ടല്ല, പൊളിച്ചു കളയടാ നിന്നെ. അയ്യോ ഈ വർഷം ആദ്യം തന്നെ എന്റെ തളപതി വിജയനെ ഞാൻ കാണാൻ എത്ര ആഗ്രഹിക്കുന്നോ അതേപോലെ നിന്നെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നടാ. ഹേയ് ഹേയ്, നിന്റെ തലപതിയുടെ സ്റ്റൈലിൽ പറഞ്ഞ ആരാടവൻ? ലോകത്ത് തന്നെ ചാറ്റിംഗ് ഒച്ച വെച്ച് ചെയ്യുന്ന ഇവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുവാടാ ഇത്? യു കണ്ടിന്യൂ ഡാ. എടാ, കണ്ടിന്യൂ എല്ലാം പിന്നെ വെക്കാം. നീ ആ മധുരക്കാരനെ മാങ്ങ എന്ന് പറയുന്നില്ലേ, ആക്ച്വലി നീ ആണടാ മാങ്ങ. എന്താ മച്ചാനെ പറയുന്നത്? പിന്നെ ഈ FB വാട്സപ്പ് ഇതെല്ലാം എന്തിനാണെന്ന് അറിയാമോ? ഈ പന്ന മുഖങ്ങളെ പോലും നല്ല മുഖമായി കാണിച്ച് ചാറ്റിങ് ഡേറ്റിങ് ബാറ്റിങ് പോയിക്കൊണ്ടിരിക്കണോടാ. ഈ മുഖത്തിനൊക്കെ നമുക്ക് 2 സെക്കൻഡ് കൂടുതൽ കാണാൻ കഴിയോ? പക്ഷെ ഇവൻ തന്നെ 5 പെണ്ണുങ്ങളെ പിക്കപ്പ് ചെയ്ത് 4 പെണ്ണുങ്ങളെ വാൾട്ട് ചെയ്ത് 6ാമത്തെ പെണ്ണിന് പൊയ്ക്കൊണ്ടിരിക്കടാ. എന്റെ കാര്യം പോട്ടെ, ഈ വായി നോക്കിയൊക്കെ 3 ലൈനുകളെ വെച്ചോണ്ടിരിക്കുന്നത്. അത് കറക്റ്റാ. പക്ഷേ അളിയ അതാ മുഖത്ത് മൊത്തം മുടിയുള്ള അവൻ തന്നെ 3 പെണ്ണുങ്ങളെ വാൾട്ടടിച്ചടാ. എടാ, ഇതുവരെ ഞാൻ ഒരു പെണ്ണിനെ കണ്ടു, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ലൈക്ക് ഇട്ടു, അവൾ എനിക്ക് നമ്പർ തന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു കള്ളെങ്കിലും പറഞ്ഞിട്ടുണ്ടാടാ നീ? പോയി അവിടെ എവിടെയെങ്കിലും വാഴമരം ഉണ്ടാവും, പോയി അവിടെ തൂങ്ങിച്ചാവ്. എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഗുഡൌണാടാ അത്. ഞാനുള്ളോണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ കൂടെ ഞങ്ങൾ കറങ്ങുന്നത്. പോ കാറ്റ് വരട്ടെ, കളിയടാ. മച്ചാനെ എന്താടാ ഈ വാൾട്ട് എന്ന് പറഞ്ഞ എന്തുവാടാ? അമ്മച്ചി, ഇത്രയും ദിവസം ഞങ്ങളവിടെ കറങ്ങി ഇപ്പോഴെങ്കിലും നിനക്കത് ചോദിക്കാൻ തോന്നിയല്ലേ? പറടാ അവന്. ഒരു ഫിഗറിന് സൈറ്റ് അടിക്കുമ്പോൾ ഞാൻ നിന്നെ പ്രേമിക്കാൻ വേണ്ടി അല്ല നോക്കുന്നതെന്നും കല്യാണം കഴിക്കാനോട്ട് പോകുന്നുമില്ലെന്നും പറഞ്ഞ് എങ്കിലും നമ്മുടെ ലക്ഷ്യം
നന്നായിട്ട് അവരെ മനസ്സിലാക്കി രണ്ടുപേരുടെ മനസ്സും ഒരേ പാതയിലാക്കി രണ്ടുപേരും വേർപിരിയുന്നതിന്റെ പേരാണ് വാൾട്ടി. ഇഷ്ടപ്പെട്ടാൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പാട് നോക്കി പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വോൾട്ട് അടിച്ചാൽ മാത്രമേ എന്നെ ബഹുമാനിക്കുള്ളൂ. എടാ, ശത്രു ആവാൻ അർഹത ആവശ്യമില്ലടാ, പക്ഷേ ഒരു ഫ്രണ്ട് ആവണമെങ്കിൽ തീർച്ചയായും അർഹത വേണം. നോട്ട് ചെയ്യടാ, ഒരു പേപ്പർ മേലെ കണ്ടോടാ. എത്രയും പെട്ടെന്ന് നല്ല മൊഞ്ചത്തി പെണ്ണിനെ വോൾട്ട് അടിച്ച് കാണിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ. എന്റെ മുന്നിൽ വെച്ചൊന്നും വേണ്ട കേട്ടോ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോകും. വീഡിയോ നല്ല HD ക്വാളിറ്റി എടുത്തോണ്ടാ. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ വോൾട്ട് അടിക്കണം, എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ വോൾട്ട് അടിക്കണം എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഹലോ, വിജയപുരം എന്ന സ്ഥലം ഇത് തന്നെയാണോ? അതെ. നമ്പർ 30 എവിടെ വരും? 29 ശേഷം വരും. ഉള്ള നല്ല പാർട്ടിയുടെ അടുത്താ ചോദിച്ചത്. എന്താ ചോദിച്ചാ? ഞാൻ ചോദിച്ചത് 4ാമത്തെ തെരുവിലെ 30. ഞാൻ അങ്ങോട്ടാ പോന്നെ, മാറിയിരിക്കും. കേറ് ഇരിക്കെ. എന്താ ചേട്ടാ, ഓട്ടോയിൽ TV ഒന്നും വെക്കാറില്ലേ? TV ഒക്കെ വെക്കണമെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് പേപ്പറൊക്കെ റെഡിയാക്കണം. റൈറ്റ് ഇരിയടാ, റൈറ്റ് ഇരി. അമ്പലം കാണുന്നില്ലേ, അതിന്റെ വാതിക്ക് നിർത്തിയാൽ മതി. സ്റ്റോപ്പ്. അനിയ, ഈ 30 എവിടെയായിട്ട് വരും? എന്നെ വണ്ടി കയറ്റില്ലേ, അവിടെ തന്നെയുള്ള. പിന്നെ എന്തിനാ എന്നെ വെറുതെ അഡ്രസ് പറയാൻ പാടില്ലെന്ന് കോർപ്പറേഷൻ റൂൾസ് ഇട്ടിട്ടുണ്ട്. പാടാ മച്ചാനെ, എങ്ങനെയെങ്കിലും ജയിക്കടാ. ഇത് തന്നെയല്ലേ നീ അവനോട് എന്നോടും പറയുന്നേ? നിനക്ക് ആര് ജയിക്കണം ശരിക്കും? ആര് ജയിച്ചാലും വൈൻ ഷോപ്പിലല്ലേ പോകുന്നത്, പെട്ടെന്ന് കളിക്ക്. മച്ചാനെ സൂപ്പറാടാ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലടാ. മച്ചാനെ, ഫേസ്ബുക്കിൽ എനിക്ക് 5000 ഫ്രണ്ട്സ് റീച്ച് ആയടാ. കാര്യം എന്താണെന്നറിയോ? അതൊരു ഫേക്ക് ഐഡിയ. പേര് കമൽഹാസൻ എന്നാണ് വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് നീ എനിക്ക് സാധനം വാങ്ങിച്ചു. കാശിലടാ, അച്ഛൻ ഔട്ട്ഡോറിൽ പോയിരിക്കാടാ. കാശല്ലെങ്കിൽ പോയി പിച്ചെടുക്കടാ, ബോർഡ് തള്ളിയിട്ടല്ലേ. എന്തുവാടാ കളിയാക്കണം? കളിയാക്കുന്നതല്ല, വരട്ടുന്നതാ. മര്യാദയ്ക്ക് സാധനം വാങ്ങിച്ചാ, അല്ലെങ്കിൽ ദൈവം. നമസ്കാരമുണ്ട്. എന്താടാ റോഡിൽ ഇങ്ങനെ മീറ്റിംഗ്? ചേട്ടാ, 2000 രൂപ തരാൻ പറ്റുമോ? എന്തിനാടാ? വെള്ളമടിക്കാൻ കാശ് കൊടുത്തില്ലെങ്കിൽ എന്റെ ട്രൗസർ ഊരി ഇവിടുന്ന് പറയാ. 2000 രൂപയ്ക്ക് സാധനം വാങ്ങി. എപ്പോഴും അങ്ങനെ തന്നെയാ, വെറുതെ കുടിക്കാൻ വേണ്ടിട്ട് എത്ര വേണമെങ്കിലും ചോദിക്കും. ആശുപത്രിയിൽ പോവാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാമായിരുന്നു. ഈ ചാരായത്തിന് വേണ്ടി എങ്ങനെ ഞാൻ പൈസ തരൂടെ? ആരുടെയെങ്കിലും അക്കൗണ്ട് നമ്പർ ഉണ്ടോ? ചേട്ടാ, എനിക്കുണ്ട്. HDFC വാട്സപ്പിലോട്ട് അയക്ക്. വാട്സപ്പിലെ ഒരു നമ്പർ വന്നിട്ടുണ്ട്, അതിലൊരു 10000 രൂപ ഇട്ടയക്ക്. നിന്റെ അടുത്ത് ഉണ്ടോ ഇല്ലെന്നൊന്നും ചോദിച്ചില്ല, പൈസ ഇടാൻ പറഞ്ഞ പൈസ ഇട്ടാ മതി. ചേട്ടാ, ഞങ്ങളൊക്കെ ലവേഴ്സിനോട് കാശ് കെഞ്ചിയാ ചോദിക്കുന്നത്. ചേട്ടനാണെങ്കിൽ പേടിപ്പിച്ചാ ചോദിക്കുന്നത്. വലിയ ആള് തന്നെ. അതിലൊക്കെ ഒരുപാട് കാര്യമുണ്ടാ. നിന്റെ അക്കൗണ്ട് ഒരു 10000 രൂപ വരും. അപ്പൊ 2000 എടുത്തിട്ട് ബാക്കി ശരി ചേട്ടൻ ഭയങ്കര പുല്ലേട്ടാ. നല്ല ചേട്ടൻ. വോൾട്ട് അടിക്കാൻ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്ത കാര്യം ഹാപ്പി ആയിട്ട് പറയാൻ വേണ്ടി വന്നപ്പോ ഫോണെന്ന് നോക്കടാ. കുറച്ച് ഓവറായി വന്നൊരു സംശയം. എന്താണ് മച്ചു, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? അങ്ങനെയൊന്നും ഇല്ല മച്ചാനെ, മാച്ച് നല്ല പൊളപ്പനായിട്ട് പോകുന്നുണ്ടല്ലോ. കണ്ടിന്യൂ. ഇതിനൊക്കെ കാര്യം അറിയോ? അളിയ ഇപ്പോ വലിയ ക്യാമറമാനായി. സ്ട്രീറ്റിന്റെ കോർണറിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ എവിടുന്നാടാ കാണുന്നത്? എടാ കുരുത്തം കെട്ടവനെ, നീയൊക്കെ ഇനിയും വളരാനുണ്ട്. അവിടെ എങ്ങാനും പോയിരിക്കടാ. ആ പെണ്ണിന്റെ ഡീറ്റെയിൽ പറയട്ടെ. അവളുടെ പേര് മലര്, മധുരയാണ് സ്ഥലം. അവളുടെ ചിറ്റയുടെ വീട്ടിൽ താമസിച്ച് ഫോറം മാളില് ഫാഷൻ ഡിസൈനിങ് പഠിച്ചോണ്ടിരിക്കുക. അവള് കാലത്ത് നയൻതാരയുടെ സെറ്റിന്റെ കൂടെ പോവും. ഈവനിങ് വരുമ്പോ സോളോ തന്നെയാ. അതാ ഞങ്ങളുടെ സമയം. അത് മാത്രമല്ല, അവള് ഇളയ തളപതി വിജയിന്റെ ഭയങ്കര ഫാനാണെന്ന്. മച്ചാനെ, ആ പെണ്ണെ എപ്പോഴാ കണ്ടേ? മെനഞ്ഞാന്ന് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവന് ഈ കാര്യത്തിനൊന്നും സെറ്റ് ആവില്ലെന്ന്. ആ പെണ്ണ് ഈ ഏരിയ വന്നിട്ട് 10 ദിവസം ആയടാ. പോടാ.
ഞങ്ങൾ ആരാ അവളെ വാൾട്ടടിക്കുന്നെന്ന് കുറിയിട്ട് നോക്കാൻ പോവാ ഞങ്ങള്. നീ വേണോ അത് എടുത്തു തരാൻ കേട്ടോ. അവന്മാരുടെ ആരെന്ത് വേണമെങ്കിൽ കളയിച്ചോ, ആ പെണ്ണിനെ ഞാനായിരിക്കും വാട്ടടിക്കാൻ. നയൻതാര പറയൂ വിജയ് സേതുപതി. പെട്ടിണ്ടാ? ചെരുപ്പുണ്ട്, അത് വേണോ നിനക്ക്? അയ്യേ, പഴയ ഡയലോഗ്. എന്തെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് വിളക്കത്തിക്കാൻ പോകുന്ന പെണ്ണല്ലേ എന്ന് ആലോചിച്ച് ചോദിച്ചതാ. പക്ഷെ ആ പെണ്ണല്ല നീ. നല്ല ചെളിയടി. നിനക്കൊണ്ട് എങ്ങനെ ഇങ്ങനെ ചെളിയടിക്കാൻ സാധിക്കുന്നു? ഓക്കെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. അല്ല, മധുര ഫിഗർ എന്താ കാണുമ്പോഴൊക്കെ ചീത്ത പറഞ്ഞോണ്ടേ പോകുന്നേ? അവളായതുകൊണ്ട് നിന്നെ വെറും വഴക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനാണെങ്കിലുണ്ടല്ലോ മോനെ. അതെ, വിജയപുരം എന്ന് പറയുന്ന സ്ഥലം ഇത് തന്നെയാണോ? അവൾ ആദ്യം വന്ന ദിവസം തന്നെ നീ റോങ് ആയിട്ട് വഴി പറഞ്ഞു കൊടുത്തത് മാത്രമല്ല, അത് സിഗരറ്റ് ഊതി അവളുടെ മുഖത്ത് പുകയിടുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം നീ നിന്റെ ഫ്രണ്ട്സ് കളിച്ചുകൊണ്ടിരുന്നപ്പോ അവളെ തള്ളി താഴെ ഇട്ടിട്ട് ഒരു സോറി പോലും പറയാതെ പോയി കളഞ്ഞു. നമ്മുടെ മോന്തയ്ക്ക് ഒരു പെണ്ണിനെ കിട്ടുന്ന തന്നെ അതിശയാണ്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സംഭവിച്ചു. ഇതില് ഇവന്മാര് വേറെ. ഇവളെങ്ങനെ ഞാൻ വളച്ചെടുക്കുക? നയൻതാര, ഞാൻ അവളെ വളച്ചെടുക്കാനൊന്നല്ല ചോദിച്ചത്, വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. അതെനിക്കറിയാലോ. നീയൊക്കെ സ്വന്തം ഏരിയയിലുള്ള പെൺകുട്ടികളെ നോക്കോ? ഫേസ്ബുക്കിലുള്ള ഫേക്ക് ഐഡിക്ക് മെസ്സേജ് അയച്ച് കൈരേഖ മായ്ച്ചളഞ്ഞവനല്ല. അല്ലടി, ഇപ്പോഴൊക്കെ മെസ്സേജ് ചെയ്യുന്നോണ്ടും കൈരേഖ തേഞ്ഞു പോവോ? അമ്മ, എന്താടാ അച്ഛൻ എങ്ങനെയാ അമ്മേനെ വളച്ചത്? അങ്ങേരെ എന്നെ വളച്ചൊന്നുമില്ല, ഞാനാണ് അങ്ങേരെ വളച്ചത്. ആണോ? അതെങ്ങനെ? ഇനി എന്തെങ്കിലും ചോദിച്ച് ഇതുകൊണ്ടൊരു തല്ല് കിട്ടും. പോടാ. എനിക്കൊരു പെണ്ണിനോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പിന്നെ ഞാൻ എപ്പോ വളച്ചിട്ട് എപ്പോ വോൾട്ടടിക്കാനാ? അനിയാ, ഈ കാലത്തുള്ള പെമ്പിള്ളാരൊക്കെ വളരെ ഷാർപ്പാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നിങ്ങളുടെ ഭാര്യ പലചരക്കുകാരൻ കടത്തിക്കൊണ്ടുപോയത്? ഒടുക്കത്തെ പ്രണയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത് കേട്ടോ. കാണാൻ പറ്റില്ല. അവൾ എങ്ങനെയൊന്നും വളച്ചിട്ട് വോൾട്ടടിക്കാ? അവള് പോയത് പോലും അറിയാതെ നീ എന്തോന്ന് ഓർത്തോണ്ടിരിക്കുവാടാ. അല്ലയാ, വിഷമിക്കണ്ട. അവൾ ആരാണ് വാൾട്ടടിക്കുന്നത് ഞങ്ങൾ ചീട്ട് കുളിക്കിട്ടില്ലേ? അതില് ഞാനാ ജയിച്ചത്. അവളും വിജയിന്റെ ഫാൻ, ഞാനും വിജയിന്റെ ഫാൻ. എങ്ങനെയുണ്ട്? സിങ്ക് കറക്റ്റ് അല്ലേ? വരട്ടെ. ഇവന്മാരെങ്ങനെയാ ഒന്ന് ഇല്ലാതാക്കുക? എങ്ങനെയാ ചെയ്യാ? ഞാൻ നോക്ക്, പൈസ വല്ല വേണമെങ്കിൽ എന്നോട് ചോദിക്കടാ, അല്ലാതെ ഇവിടെ ഉള്ള സാധനങ്ങളൊന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോകരുത്, പറഞ്ഞേക്കാം. പോയി പണി നോക്കച്ചാ. ബാക്കിയുള്ള കാര്യം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഇവന്മാരെ മാത്രം എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യാം? മൈൻഡ് വോയിസ് ആണെന്ന് വിചാരിച്ച് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചു. എന്താടാ മച്ചാനെ, വെള്ളം അടിച്ചാലോടാ? കാശാര് തരൂ. വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. ശിവേന്ദ്രടാ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഒരുപക്ഷെ ഇന്നലെ വാങ്ങിച്ചു തന്ന സാധനത്തിന് ഇപ്പൊ പൈസ ചോദിക്കും. ചോദിച്ചാ ചോദിക്കട്ടെ. നമ്മളെവിടെ നിർത്തി അവൻ എങ്ങോട്ടാണ് പോയത്? നീ ഒന്ന് ഫോൺ ചെയ്തേ. ഒരു ഫ്ലക്സ് വെച്ചിട്ട് ആ ഫ്ലക്സ് വെച്ചത് ഞങ്ങളാണെന്ന് ആ ഫ്ലക്സിന്റെ മൂട്ടിൽ ഇങ്ങനെ വന്ന് നിന്ന് ഈ ഗമ കാണിക്കണ എന്തിനാടാ പറയുന്നത്? എന്തിനാടാ എന്നെ നോക്കണത്? അങ്ങോട്ട് നോക്കടാ. അടിച്ചു പോണായതുകൊണ്ട് ഫ്ലെക്സ് പോലും കാണാൻ പറ്റിയില്ലല്ലോടാ. നന്നായിട്ട് എടുക്കടാ. ഇങ്ങോട്ടൊന്ന് നോക്കടാ. ചേട്ടനോട് 2000 അന്ന് സുഹൃത്തിന് വേണ്ടി കവചകുണ്ടലം കൊടുത്ത കർണനെ നിങ്ങൾ കണ്ടിരിക്കും. ഇന്ന് സ്നേഹിതന് വേണ്ടി പ്രേമം തന്നെ കൈയൊഴിഞ്ഞ കർണന്മാരിനെ കാണൂ. ഫ്ലെക്സിന് പോലും ഇവൻ നമുക്കിട്ട് പണിയാണല്ലോടാ. എന്താടാ ഇത്? അത് വേറൊന്നുമല്ല മച്ചാനെ, ഈ മധുര ഫിഗറില്ലേ, അവൾ വളച്ചിട്ട് വോൾട്ടർ ചെയ്യുന്ന കാര്യമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ലടാ നിങ്ങളുള്ളപ്പോ. എന്താടാ നീ നല്ല കളറായിട്ട് ഭംഗിയായിട്ടല്ലേ ഉള്ളത്? പെണ്ണുങ്ങളെ വളയ്ക്കുന്ന കാര്യത്തില് ഈ കളറും ഭംഗിയൊന്നും ഒരു കാര്യമില്ലെന്ന് നിങ്ങളെ കണ്ടപ്പോഴാടാ എനിക്ക് മനസ്സിലായത്. എന്നെ പൊക്കി പറയലടാ. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതേപോലൊന്ന് ഫേസ്ബുക്കിലെ ഞാനൊരു പേജിലൊരു പോസ്റ്റ് കണ്ടടാ, അത് കണ്ടിട്ടാണ് ഞാനിതുപോലെ ഒരു പോസ്റ്റർ അടിച്ച് കയറ്റിയത് കൊള്ളാം. പക്ഷെ ഞങ്ങളുടെ ഡിക്ഷണറി ഇല്ലാത്ത ഈ പ്രേമമല്ല എന്തിനാടാ എഴുതി വെച്ചത്? വാൾട്ടിനെയാണ് മച്ചാനെ ഡബിൾ മീനിങ്ങിലിട്ടത്.
അപ്പൊ നീ തന്നെ ഇട്ടോടാ. എന്തോടാ മച്ചാനെ? കണ്ണാടി ഇട്ടോടാന്നാ പറഞ്ഞേ. ഈ കണ്ണാടി ഇട്ടല്ലേ നീ കറക്റ്റ് ചെയ്തത്. ഓക്കെ ആണോ മച്ചാനെ? അതിന് ഫസ്റ്റ് അവളോട് സംസാരിക്കണല്ലോ. എന്താടാ? അച്ഛനെ വിളിച്ചത് അമ്മയാണെന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ആദ്യം സംസാരിച്ചത് അമ്മയാണോ അതോ അച്ഛനാണോ? നോക്കിയത്, ചിരിച്ചത്, ഓക്കെ പറഞ്ഞതൊക്കെ ഞാനാ. പക്ഷെ ആദ്യം മിണ്ടിയത് നിന്റെ അച്ഛനാ. ആണോ? അങ്ങനെ എന്താ അച്ഛൻ സംസാരിച്ചത്? ആ ദേവർ മകൻ സിനിമയില്ലായിരുന്നോ? അതൊരു 40 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ട് വരുമ്പോഴൊക്കെ ഈ കമലഹാസൻ രേവതിയുടെ അടുത്ത് ഒലിപ്പിക്കത്തില്ലേ, അതുപോലെ ഒരു ഒലിപ്പീരുണ്ടല്ലോ. അയ്യോ, എന്താ വെറും കാറ്റ് മാത്രമേ കേറി വാ. ആ അച്ഛനെത്തിയാ? ശരി അച്ഛാ, അമ്മയോട് അങ്ങനെ എന്താ പറഞ്ഞ? അച്ഛനോട് എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? എടി അവൻ പറയുന്നൊക്കെ ഇരിക്കട്ടെ, നീ എന്താ അവനോട് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് പറയാനാ? നിങ്ങളുടെ മോനാ വളയ്ക്കാൻ വേണ്ടി 3 ദിവസമായിട്ട് കാത്തു കിടക്കുന്നത്. ആരെ കണ്ടാണോ പേടിച്ചത്? നിങ്ങൾ തന്നെ ചെന്ന് ചോദിക്കും. തല, ആ മധുര പെണ്ണിന് എങ്ങനെയെങ്കിലും ഞാൻ വോൾട്ട് അടിച്ചാ ഏരിയയിലെ പിന്നെ ഞാനായിരിക്കും തല ഡോൺ. ആ പെണ്ണ് എനിക്ക് സെറ്റ് ആവില്ലെന്നുള്ള സത്യമാണ്. പക്ഷെ നല്ല അടിപൊളി പെണ്ണാ തല. അതുകൊണ്ട് കുറച്ചു ദിവസം പുറത്ത് കാണിക്കാൻ പറ്റത്തോണ്ട് എന്നോട് ക്ഷമിക്കണം തല. ഏരിയയിലെല്ലാരും ചാടകം കൊണ്ട് പൂശാൻ പോകുന്നു എന്നെ. മോനെ, ഞാൻ നിന്റെ അടുത്ത് ഒരു 2 കാര്യം പറയാനുണ്ട്. അജിത്തിനെ പോലെ പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ തീർക്കൂടാ. അവൻ അജിത്തിന്റെ ഫാനല്ലേ? നീ വിജയ് ഫാനല്ലേ, അതുകൊണ്ട് വിജയെ പോലെ സംസാരിക്കേ. ശരി എടാ, 2 കാര്യല്ലേ? എക്സ്ക്യൂസ് മീ, പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെ അറിഞ്ഞോ അറിയാതെ കളിയാക്കിയിട്ടുണ്ടാവാം, അതിന് ഐ എം സോറി. ഓക്കെ. രണ്ടാമത്തേത്, നിങ്ങൾ ഇതേ ഏരിയ, ഞാൻ ഇതേ ഏരിയ. നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരും. അതുകൊണ്ട് നമ്മള് ഫ്രണ്ട്സ് ആവാമോ? ആദ്യം പറഞ്ഞത് വേണമെങ്കിൽ ഓക്കെ, പക്ഷെ രണ്ടാമത്തെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം ഫ്രണ്ട് എന്ന് പറയും, പിന്നെ ലവ് എന്ന് പറയും, തിയേറ്ററിൽ പോകാന്ന് പറയും. അവിടെയാണെങ്കിൽ ഇരുട്ടും. അതൊന്നും എനിക്ക് സെറ്റ് ആവില്ലെന്ന്. മോളെ, എന്റെ പോക്കറ്റിൽ കൈവച്ച് നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരും അല്ലാതെ നിന്നെ ഞാൻ സത്യം ടച്ച് ചെയ്യില്ല. ഇല്ല, വേണ്ട. എന്റെ വിശ്വസിക്കൂ പ്ലീസ്. എന്റെ അമ്മയാണ് സത്യം. ഞാൻ നിങ്ങളെ പ്രമിഷനില്ല തൊടില്ല. എടാ ഓക്കെ അല്ലേ? അങ്ങനെയാണല്ലോ. ഓ, അവനെ ചോദിച്ചേടാ. ഈ സീന് പോലും ഞാൻ സഹിക്കൂടാ, പക്ഷെ ഇവരുടെ പെണ്ണായിട്ട് അഭിനയിക്കുന്നില്ലടാ. അതൊരിക്കലും ഞാൻ സഹിക്കില്ലടാ. ഐഡിയ തരാന്നുള്ള പേരിൽ എന്നിട്ട് അവന്റെ അഹങ്കാരം കണ്ടില്ലേ? കേടാ, നിന്റെ സൗന്ദര്യത്തിൽ അവൻ മയങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ 4 പെണ്ണിനെ വോൾട്ട് അടിച്ചു, 5 പെണ്ണിനെ വോൾട്ട് അടിച്ചു എന്ന് എത്ര ധൈര്യത്തിലെ അവന്മാര് പറയുന്നു. എനിക്കൊരു പെണ്ണിനോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, അതും വേറെ നാട്ടിൽ നിന്ന് വന്ന പെണ്ണ്. ചിലപ്പോ ഈ വോൾട്ട് അടിക്കുന്ന കാര്യത്തിൽ ഞാൻ തോറ്റു പോവോ? എക്സ്ക്യൂസ് മീ. യെസ്. ഹായ്. ഹായ്. നിങ്ങളുടെ അടുത്ത് 2 കാര്യം പറയാനുണ്ട്. What a coincidence. പറഞ്ഞോളൂ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് തോളിൽ ബാഗ് ഇട്ടിട്ട് ചെന്നൈ തുങ്കഭാഗത്ത് ഒരു സംഭവം നടന്നില്ലേ? ഓർമ്മയുണ്ട്. ആ പയ്യനെ പോലെ ഒരാള്. നമ്മളിനി അങ്ങനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന്തക്കിട്ട് ആസിഡ് അങ്ങ് ഒഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ കത്തി കുത്തി കയറ്റിയേക്കാം. ഹലോ ഹലോ, കഴിഞ്ഞ 4 ദിവസമായിട്ടും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ വരാം. ഒന്ന് നിന്നെ, ഒരു കാര്യം കൂടെ ഉണ്ട്. ആദ്യത്തെ കാര്യം തന്നെ ആസിഡും കത്തിയും കുത്തും വലിയ ആക്ഷൻ ബ്ലോക്ക് ആണല്ലോ. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്താവോ? പറഞ്ഞോളൂ. 2 ഏതെങ്കിലും ഒന്ന് നോക്കിക്കോ. വേണ്ട വേണ്ട, 2 ഒരുമിച്ച് നോക്കിയാ മതി. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫ്രഷർക്ക് ട്രെയിൻ ചെയ്യുന്ന സീനിയർ ഉണ്ട്. ഹായ് ചേച്ചി. ഹായ്. കണ്ടിന്യൂ. അവളുടെ ടോർച്ചർ ഉണ്ടല്ലോ. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ വേണം കുറച്ച്. ശരി ശരി, ഒന്ന് വിട് ചേച്ചി. ഇഡിയറ്റ്, എന്തായി വരച്ചിരിക്കുന്നത്? ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വേസ്റ്റ് ഫെലോ. ഇത് സംഭവിച്ചത് എന്റെ നാട്ടിലാണെങ്കിൽ ഞാൻ എന്റെ ചേട്ടന്മാരോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്റെ ചിറ്റയോട് പറഞ്ഞ അവര് നേരെ എന്റെ അമ്മയോട് പറയും. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങള്, അതുകൊണ്ട് ഇനി നീ പഠിക്കാനൊന്നും പോണ്ടാന്ന് പറയും. ഞാൻ അതുകൊണ്ട് വീട്ടിലും പറഞ്ഞില്ല. നിങ്ങളോട് മാത്രമേ പറയണമെന്ന് തോന്നിയുള്ളൂ. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം.
ഒന്ന് നിക്ക് ബോസ്. ഹലോ, നിങ്ങക്ക് എന്താ വേണ്ടേ? കുട്ടി പോയിക്കോ. ഉം. റൗണ്ട് ട്രോളിൽ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് റൗഡിന്റെ ഒരു ഫേസ് കട്ട് ഉണ്ട്. എന്താ ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്നേ? ചിലപ്പോ കയ്യിൽ ആസിഡ് ഉണ്ടാവോ മുഖത്ത് വലിച്ചെറിയാനായിട്ട്. എന്തിനും നമ്മൾ കുറച്ച് ബാക്കിൽ നിൽക്കുന്നതായിരിക്കും നമുക്ക് സേഫ്റ്റി. എന്താ നിങ്ങക്ക് വേണ്ടേ? ഹലോ, പോകുന്നത് നല്ലത്. ഇപ്പൊ നിങ്ങക്ക് എന്താ വേണ്ടേ? അയ്യോ എന്റെ അമ്മച്ചി! സെക്കൻഡ് നിന്നെ കൊണ്ട് എന്റെ കണ്ണിലേക്ക് നേരിട്ട് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാടാ കോൾ ചെയ്തേ? ചേച്ചി. ചേച്ചിയോ? ഛീ, എന്റെ അപ്പന് ജനിച്ചൊന്നുമല്ല നീ. മലർ പറഞ്ഞു നീ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നു. നിന്നെ കുറിച്ച് അറിഞ്ഞിട്ട് നിന്നെ ചേച്ചി എന്ന് പറയാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റാണ്. ഇനി ഡിസ്റ്റർബ് ചെയ്തത്. അവള് പറഞ്ഞോ? ഇനി കണ്ടോ, അവൾക്ക് ഇത്തിരി സ്ട്രോങ് ആയിട്ട് കൊടുക്കും ഞാൻ. മിണ്ടാതെ പോടാ. വന്നേക്കുന്നു. എടേ അവിടെ ഇരിക്കേ. ചേച്ചി ഇരിക്കേ. എന്താ മച്ചാനെ, ഷെയർ ചെയ്താലോ? എന്നാലും ഇവിടെ എന്തൊരു സാധനം. ഇപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്നെ നല്ലവളാക്കുന്നതിന്റെ പണിയൊന്നുമല്ല. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇഷ്ടമില്ലാത്തവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ചെയ്യില്ല. വീഡിയോ വീണ്ടും എന്റെ പെണ്ണ് നിന്നെ കുറിച്ച് ഒന്നും പറയാതെ വരയ്ക്കും ഈ വീഡിയോന്റെ അടുത്തുണ്ടാവും. ശരി അനുജ. അനുജന? അയ്യേ, നീ തീർച്ചയായിട്ടും എന്റെ അച്ഛനെ ജനിച്ചോളൊന്നായിരിക്കില്ല. ഇവിടെ വരട്ടെ, എന്തിനാടാ ഞങ്ങളെ വിളിച്ചോണ്ടെന്ന്? അതൊന്നുമില്ല മച്ചാനെ, ഇവളെ പോലെ പെണ്ണുങ്ങൾ അനാവശ്യമായിട്ട് പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കാൻ അതൊരു സേഫ്റ്റിക്ക് കൊണ്ടുവന്നതാ. എന്താ പോയാലോ? അവനൊക്കെ ഇത്രയും റിസ്ക് എടുക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലടി. ഓ അങ്ങനെയാണോ? അതേടി. കേട്ടോണ്ടിരിക്കല്ലേ? ഇതിൽ കൂടുതൽ നീ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഞാൻ തന്നെ നിന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കും. ഞാൻ എവിടെ പോയി സീരിയല് കാണാനാ? ഹായ് ശിവ, ഞാൻ മലര സംസാരിക്കുന്നത്. നിങ്ങൾ എനിക്ക് ചെയ്ത ഹെൽപ്പിന് നിങ്ങളോട് താങ്ക്സ് പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെ അന്വേഷിച്ചോണ്ടിരിക്കുക. അല്ല, നിങ്ങൾ എവിടെയുള്ളേ? എപ്പോഴാ കാണാൻ പറ്റുക? ഞാൻ ഇങ്ങോട്ട് വരണ്ടേ? നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. എവിടെയാടാ വിളിച്ചോണ്ട് പോകാൻ പോന്നേ? നല്ലൊരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എവിടെയാന്ന് പറഞ്ഞേ? തിരുവാൻമിയൂർ ബീച്ച്. അവിടെ സുനാമിയിൽ ഇടിഞ്ഞ വീടുകളൊക്കെ ഉണ്ടാവും. അവിടെ 6 മണിക്ക് ശേഷം വിളിച്ചോണ്ട് പോയാ ഒരൊറ്റ മനുഷ്യരുണ്ടാവില്ല. 4 പേര് വരും. എന്റെ കഴുത്തിൽ വെച്ചിട്ട് നല്ലോണം തരും. എന്നിട്ട് 4 പേര് നല്ലോണം അനുഭവിച്ചിട്ട് പോകും. മച്ചാനെ, നീ പറയടാ. നാളെ മൺഡേ മാസിന് മോർണിംഗ് ഷോ, കോർണർ സീറ്റ്, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ തകർക്കാളിയാ. അതല്ലേ പ്ലാൻ? മച്ചാനെ, ഇനി നീ പറയടാ. MTC AC ബസ്സിൽ കയറി മഹാബലിപുരത്ത് ഒരു ലോഡ്ജ്. അഡ്രസ് പ്രൂഫ് ചോദിക്കില്ല, ID പ്രൂഫ് ചോദിക്കില്ല. ഓൺലി 250 റുപ്പീസ്. അങ്ങോട്ടല്ലേ മച്ചാനെ? ആരൊക്കെയോ കിടന്ന നാറ്റം പിടിച്ച ബെഡാ. അതിലെങ്ങനെയാടാ മൂട് വരിക? ഇതൊക്കെ അതിനും മേലെയാടാ, മേലെ. ബസ്സിൽ വല്ല സ്ലീപ്പർ ക്ലാസ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. മറന്നോടാ, ഇതേ സ്ഥലത്ത് വെച്ച് എനിക്ക് വോൾട്ട് അടിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി കുറെ കണ്ണുനീര് ഒലിപ്പിച്ചവന്മാരല്ലടാ നിങ്ങള്. അതേ സ്ഥലത്ത് വെച്ച് എന്റെ വിയർപ്പ് ഒലിക്കാൻ പോവുകയാടാ. നിങ്ങളത് കണ്ടോടാ. ഇവിടെ എങ്ങനെയാടാ?
ഗുഡോൺ ഓണർ നാട്ടിലില്ല. വാച്ച്മാനെ കുറച്ച് സെറ്റിൽമെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡേ പിന്നെ ഒരു നൈറ്റ് ഈ സ്ഥലത്തേക്ക് തല വെച്ച് കിടക്കില്ല. തീർച്ചയായിട്ടും നോ ഇഷ്യൂസ്, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്ന? ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കാം. ഹായ്. ഹായ്. ഈ സ്ഥലം കണ്ടപാടെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണമെന്നാ തോന്നിയേ. പക്ഷേ നിങ്ങൾ ചെയ്ത ഹെൽപ്പിന് താങ്ക്സ് പറയണല്ലോ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് എന്ത് സ്ഥലാ? ഇത് സിനിമ മെറ്റീരിയൽസ് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. ഓ, എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ. നിങ്ങളുടെ അച്ഛൻ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടോ? അതെ, എന്റെ അച്ഛൻ എക്സിക്യൂട്ടീവ് മാനേജറാണ്. 2-3 ദിവസമായിട്ട് നിങ്ങളെ കാണുന്നില്ലല്ലോ, എവിടെയായിരുന്നു? അച്ഛനെ ഹെൽപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ച് കുറച്ച് വർക്കിൽ ബിസി ആയിരുന്നു. ഇപ്പോഴും ടൈറ്റ് ഷെഡ്യൂളാണ്. കുട്ടി വിളിച്ചോണ്ടാ ഞാൻ വന്നത്. നിങ്ങൾക്ക് ചേട്ടനോ അനിയനോ ആരെങ്കിലും ഉണ്ടോ? ഓൺലി വൺ ചൈൽഡ്. അതെയോ? നിങ്ങളുടെ അമ്മയെ ഞാൻ ഇന്നലെ കടയിൽ വെച്ച് കണ്ടിരുന്നു. ചേട്ടാ, ആ TV ഒന്നിടുവോ? എനിക്ക് സീരിയൽ കാണണം. അതെന്താ നിങ്ങളുടെ വീട്ടിലുള്ള ടിവിയിലൊന്നും സീരിയൽ കാണാൻ പറ്റുന്നത്? ഞാൻ എന്ത് പറയാനാ ചേട്ടാ, എങ്ങോട്ടും പോകാതെ വീട്ടിൽ തന്നെ കിടന്ന് 3 ദിവസങ്ങളായിട്ട് റിമോട്ട് കയ്യിലോട്ട് പോലും തരുന്നില്ല. അത് ശരി. ഇതാ റീല് ഒളിഞ്ഞു പോയല്ല മച്ചാനെ, എല്ലാം നശിച്ചു പോയടാ. അതൊക്കെ പോട്ടെ, ഒരു 10 മിനിറ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോടാ, ഇങ്ങനൊന്നും ഫീൽ ചെയ്യല്ലേ. നിങ്ങൾ എന്നെ എത്ര വലിയ പ്രശ്നത്തിൽ നിന്നാ രക്ഷിച്ചിരിക്കുന്നേ. സത്യം വരട്ടെ, യു ആർ ഗ്രേറ്റ്. അതെയോ? നിങ്ങളുടെ അച്ഛൻ മാനേജർ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ നിങ്ങള് കൊറേ ഹീറോസിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടോന്നോ? ഫോട്ടോ തന്നെ എടുത്തിട്ടുണ്ട്. കാണുന്നോ? കാണിച്ചേ. കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാ ഹീറോസിന്റെ കൂടെ എടുത്തിട്ടുണ്ടല്ലോ. വിജയേട്ടന്റെ കൂടെ എടുത്തിട്ടില്ലേ? വിജയ് ചേട്ടൻ എത്ര വലിയ ഹീറോ ആണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ എങ്ങനെയാ ഫോട്ടോ എടുക്ക? വലിയ ഹീറോ അല്ലേ? നിങ്ങൾ വിജയേട്ടന്റെ ഫാൻ അല്ലേ? വിജയുടെ ഫാനാണ്. പ്രോമിസ്. അപ്പൊ ഓക്കെ. ബോൾട്ട് അടിക്കാൻ വേണ്ടി എത്ര വലിയ കള്ള പറയേണ്ടത്. എക്സ്ക്യൂസ് മീ, ഇത്രയും ഹീറോസിന്റെ കൂടെ എന്നെ കണ്ടില്ലേ? ഒരു ഹീറോയിൻസിന്റെ കൂടെ എന്നെ കണ്ടില്ലല്ലോ. എന്താന്ന് ചോദിച്ചൂടെ? എന്താ? ഒന്ന് തന്നെ, ഞാനിപ്പോ ഒന്ന് എടുത്തോട്ടെ. ഇപ്പൊ എങ്ങനെയാ? ഒന്ന് അടുത്ത് വരുമോ? നിങ്ങൾ വളരെ ക്യൂട്ടാണ്. അല്ല, അടുത്ത് വാന്ന്. നിങ്ങളും ഹീറോയിൻ തന്നെയാണ്. ഒന്ന് നല്ലോണം ചിരിച്ചൂടെ? ഈ ഹീറോയിൻ ഓക്കെ ആണോ? ഓന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. നല്ലോടെ നീ. അവളുടെ കണ്ണു പറഞ്ഞു എന്നൊരിക്കലും വിട്ടേച്ച് പോവില്ല എന്ന്. എൻ്റെ മനസ്സത് കേട്ടു. യെസ്, അന്ന് ഞാനൊന്നും ചെയ്തില്ല. ആ നിമിഷം മുതൽ ഞാൻ ശരിക്കും അവളെ പ്രണയിക്കാൻ തുടങ്ങി. ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചിരുന്ന ഗില്ലി സൂര്യ എൻ്റെ ലവ് മാറ്റർ ഉപയോഗിച്ച് അഗൈൻ പോക്കി. നീയേ ഒരു പന്ന, നിന്നെ ഇനിയൊരു പന്ന ലവ് ചെയ്യും. ഒരു ദിവസം നീ എന്റെ കൈ നടാ വാങ്ങി ചാവാൻ പോകുന്നു. അത് തന്നെയാടാ ഞാനും പറയുന്നത്. ഈ ഗില്ലി സൂര്യ തളപതി വെറിയനായ നിന്നെ വെളുത്ത ഫോട്ടോ ഞാൻ തന്നെ ടാഗ് ചെയ്യും. ഈ കൊതുകിന്റെ ശല്യം സഹിക്കാൻ പറ്റില്ല. ഞാൻ മധുരയിലെ തേളാണടാ, സൂക്ഷിച്ചു. എന്തോന്നാടാ ഈ കാണിക്കുന്നത്? ആഹാരം കഴിക്കുമ്പോഴെങ്കിലും അതൊന്ന് താത്തു വെക്കരുതോ? ആ ഫേസ്ബുക്ക് കാണുന്ന വിട്ട് ആഹാരം കഴിക്കടാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ ഫേസ്ബുക്ക് കയ്യിലെടുക്കുമ്പോഴാ 2 ദോശ കൂടുതൽ കഴിക്കാമേ. എന്തിനാമേ അച്ഛനെ വെറുതെ ചീത്ത പറയുന്നത്? പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. മാവ് തീർന്നു പോയില്ലേ? എല്ലാ ദോശയും നിനക്ക് ചുട്ടി തന്നില്ലേ? വേണേ പോയി മാവ് വാങ്ങിച്ചോണ്ട് വരാൻ പറ. നോക്ക്, ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയതിന്റെ ഫലവാ. ഇതുവരെ വെറുതെ ചുറ്റുമായിരുന്നു, ഇപ്പൊ ഒരു പെണ്ണിനെയും കൊണ്ടാ ചുറ്റുന്നത്. അതാരാന്നൊന്ന് ചോദിക്കേ. ഇതിനായിരുന്നു 4 ദിവസമായിട്ട് മിണ്ടാതെ ഇവിടെ കിടന്നേ. നീ ഒരു പെണ്ണിന്റെ കൂടെ ചുറ്റിത്തിരിയുന്ന കാര്യം എന്റെ ഫ്രണ്ട്സ് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞടാ. 5 ഫ്രണ്ട്സ് ഉള്ള നീ തന്നെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ എനിക്ക് 5000 ഫ്രണ്ട്സ് ഉണ്ട്. അച്ഛനും വണ്ടിയിൽ ആരൊക്കെയോ വെച്ച് ചുറ്റുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഞാൻ അമ്മയടുത്ത് പറയുന്നുണ്ടോ? അമ്മ എന്നാ ചോദിച്ചേ? ഒന്നുകൂടെ കെട്ടിക്കൊന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇതല്ലേ പണിയായല്ലേ?
നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കുന്നല്ലോ നീ. എടാ, നീ ഒരു പെങ്കൊച്ചിന്റെ കൂടെ ചുറ്റുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. വെറുതെ കള്ളം പറയല്ലേ. ഓഫ് കോഴ്സ് ഡാഡി. ഒന്ന് അടുത്ത് വന്നേ. അച്ഛനാണ് സത്യം. ഞാൻ എടാ, എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് കള്ളം പറയുവാണോ? അവൻ സത്യം ചെയ്തില്ലേ? നിങ്ങൾ പോയി മാവ് മേടിച്ചോണ്ടോ. അത് സത്യമാ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാലേ ചിലപ്പോ നമുക്ക് രണ്ടുപേർക്ക് ഡൈവോഴ്സ് വാങ്ങിച്ചു തരും. ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചേക്കാം. അച്ഛൻ പറഞ്ഞത് ഞാൻ സത്യാന്നാ വിചാരിച്ചത്. സത്യാണ്. പെട്ടെന്ന് തന്നെ മരുമകളെ വീട്ടിൽ കൊണ്ടുവരാം. പിന്നെന്തിനാ അച്ഛന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തേ? സത്യം ചെയ്ത ചാവണെങ്കിൽ അമ്മയുടെ ഭർത്താവ് 100 പ്രാവശ്യം ചാവണ്ടേ? എന്റെ ഭഗവാൻ, അമ്മ 150 പ്രാവശ്യം ചാവണ്ടേ? ആരോ ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം അച്ഛന്റെ തല കൈവച്ച് സത്യം ചെയ്യാണോ നീ? അത്ര സുന്ദരിയാണോ? നിങ്ങളുടെ അച്ഛന്റെ പേര് രാമലിംഗം അല്ലേ? അമ്മയുടെ പേര് മീനാക്ഷി. ഹൗസ് വൈഫ് അല്ലേ? എപ്പോഴും സീരിയൽ മാത്രം. ഒറ്റ മോൻ, സ്വന്തം വീട്, ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു. നീ ജോലിക്ക് പോയിട്ട് എന്നെ നോക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. അവള് പറഞ്ഞ എന്റെ ആധാർ ഫാമിലി ഡീറ്റെയിൽസിന് ഞാൻ ഒരു റെസ്പോണ്ടും ചെയ്യാത്തതുകൊണ്ട് അവളുടെ കണ്ണ് ഒരിടത്ത് നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അത് അവസാനം ഒരു വഴക്കിലേക്ക് ചെന്ന് അവസാനിച്ചു. ഇതുവരെ എന്നെ കുറിച്ച് എന്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിച്ചില്ലല്ലോ. അതൊക്കെ പതുക്കെ ചോദിക്കാലോ. എത്ര നിസ്സാരായിട്ടാ അത് പറയുന്നത്. ഞാൻ പോവാ. സോറി മലർ. ദേഷ്യത്തിലുണ്ടായിരുന്ന മലറിനെ കൂൾ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞാൻ ശ്രമിച്ചു. ഇടയ്ക്ക് കുറച്ച് ആർട്ട് ആൻഡ് സിമ്പിൾ ഒക്കെ ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് എങ്ങനെയോ ഞാൻ അവളെ ശരിയാക്കി എടുത്തു. എവിടെ മീറ്റ് ചെയ്യാ ശിവ? മലർ, നിന്റെ അച്ഛന്റെ പേര് വെരുമാണ്ടിയല്ലേ? അല്ല. അങ്ങനെയാണെങ്കിൽ വൈദ്യലിംഗം അല്ലെന്നേ. നിന്റെ അമ്മയുടെ പേര് വിശാലാക്ഷിയല്ലേ? അല്ലടാ. പിന്നെ എന്തിനാ ഇതിട്ടിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിച്ചില്ലേ? കൈയെടുത്തേ. അച്ഛന്റെ പേരുമല്ല അമ്മയുടെ പേരുമല്ല, പിന്നെ എന്തുട്ടാ ഇനിഷ്യല് ഇങ്ങനെ കഴുത്തിലിടാൻ വേണ്ടിട്ട്? അതെന്താ, എന്റെ ചേട്ടന്റെ പേരായിക്കൂടെ? ഇത് എന്റെ ചേട്ടൻ എനിക്കിട്ടതാ. ഇത് എന്റെ ചേട്ടന് വേണ്ടി ഞാൻ തന്നെ ഇട്ടതാ. അങ്ങനെയാണെങ്കിൽ നിന്റെ ചേട്ടന്റെ പേര് വിമൽ. ഒന്ന് അടുത്ത് വന്നേ. പറയൂ ബേബി. വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ തല്ല് വാങ്ങല്ലേ. എന്റെ ഏട്ടന്റെ പേര് വിജയ് എന്നാ. ആരാ? ഇളയ തലപതി വിജയോ? അദ്ദേഹം എങ്ങനെ നിന്റെ ചേട്ടനായ? അദ്ദേഹം എന്റെ മാത്രം ഏട്ടനല്ല, എന്റെ പ്രായത്തിലുള്ള ഈ നാട്ടിൽ ഏകദേശം ഒരു 50 ലക്ഷം പെൺകുട്ടികളുണ്ടാവില്ലേ, അവരുടെ എല്ലാവരുടെയും കൂടെ പിറക്കാത്ത ഒരേ ഒരു ചേട്ടൻ അത് ഇളയ തലപതി വിജയ. ഞാൻ ജനിച്ച ദിവസം സെല്ലൂരില് വിജയ് ഫാൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്ന് അന്ന് ജനിച്ച എല്ലാ കുട്ടികൾക്കും ഏട്ടൻ മോതിരം ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് എന്റെ കയ്യിലാ ചേട്ടൻ മോതിരം ഇട്ടത്. അറിയോ? ദേ കണ്ടോ, ഇതാ അത്. അപ്പൊ തന്നെ വിജയ് ചേട്ടൻ ഇത്രയും വലിയ മോതിരാണോ ഇട്ടത്? ബുദ്ധൂസേ, ഇത് ഞാൻ ഓൾട്ടർ ചെയ്തിട്ടിരിക്കാ. ഓ സൂപ്പർ സൂപ്പർ. ഇത്രയും നേരം ഞാൻ എന്റെ കൂടെ പിറക്കാത്ത ചേട്ടനെ കുറിച്ചാ പറഞ്ഞ്. എന്റെ കൂടെ പിറന്നൊരു ചേട്ടനുണ്ട്. ഇനി ഞാൻ എന്റെ ചേട്ടനെ കുറിച്ച് പറയാം. തമിഴ്നാട്ടിലെ എല്ലാവർക്കും അറിയാം, മധുര എന്ന് പറഞ്ഞു കഴിഞ്ഞാ അജിത് ഫാൻസ് കൂടുതലെന്ന്. ആ അജിത് ഫാൻസിന് എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു മാസ് വിജയ് ഫാൻ എന്റെ ചേട്ടനാ. എന്റെ ചേട്ടനാണ്. ദളപതിയെ കുറിച്ച് മോശമായി സംസാരിച്ച തന്നെ എന്റെ ഏട്ടൻ നല്ല വീക്ക് വെച്ചു കൊടുക്കും. ഏട്ടന്റെ പടത്തിന്റെ കള്ള സീഡി വിറ്റാലോ?
അവനെ വിടടാ. കള്ളസിടി ചേട്ടാ വേണ്ട ചേട്ടാ, സോറി വിട്ടേക്ക് ചേട്ടാ. സത്യം പറഞ്ഞ നീ എന്റെ ചേട്ടന് താങ്ക്സ് പറയണം. അതെന്തിനാ മോളെ? എടി ചേട്ടൻ ഞാൻ ഇല്ലേ, നിനക്ക് എന്ത് പഠിക്കണോ നീ പഠിച്ചോ, ഞാൻ നോക്കിക്കോളാം. ധൈര്യമായിട്ട് ചെന്ന് ഇഷ്ടമുള്ളത് പഠിച്ചിട്ട് വന്ന് പറഞ്ഞ് അയച്ചത് എന്റെ ചേട്ടനാ. ഓഹോ, അങ്ങനെയുള്ള എന്റെ ചേട്ടനോട് ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടി ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്നേ ഇല്ല. അതെന്തിനാ? തെറിപ്പടം റിലീസ് ചെയ്യുന്നതിന് മുന്നത്തെ ദിവസം അസോസിയേഷനിലുണ്ടായിരുന്ന എല്ലാ പണികളും തീർത്ത് ഏട്ടൻ വീട്ടിലേക്ക് വന്നു. ഏട്ടാ ഒന്ന് നിന്ന്. എന്താ 2 ടിക്കറ്റ് മാത്രമേ ഉള്ളൂ? ചേട്ടൻ വരുന്നില്ലേ? ഒറ്റ അടി വെച്ച് തന്നാ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എനിക്കും പ്രേമിന് ഈ 2 ടിക്കറ്റേ ഉള്ളൂ. ഞാൻ എന്റെ ഫ്രണ്ട് സ്പെഷ്യൽ ഷോയ്ക്ക് വരുമെന്ന് പറഞ്ഞതല്ലേ? പെണ്ണുങ്ങൾക്ക് സ്പെഷ്യൽ ഷോ വേണ്ട, നിനക്ക് മോർണിംഗ് ഷോ പറ, എത്ര ടിക്കറ്റ് വേണമെങ്കിലും ബുക്ക് ചെയ്ത് തരാം. പോരെ? ചേട്ടാ ചേട്ടാ എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു ശിവ. എന്നിട്ട് പിന്നെന്താ, അവന്റെ ടിക്കറ്റ് കട്ടെടുത്തു. ഇതുവരെ ഞാൻ വിജയിന്റെ പടം ഓപ്പണിംഗ് ഷോ മിസ് ചെയ്തിട്ടേ ഇല്ല. എന്നെ കാണാൻ നീ അനുവദിച്ചില്ലല്ലോ, നിന്നെ എന്ത് ചെയ്യണം നോക്കിയോ. എന്ത് ചെയ്യുന്നു? ഒരു അജിത് ഫാനിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിന്റെ തലയിൽ കേട്ടിട്ട് വിജയിന്റെ പടം സ്പെഷ്യൽ ഷോ അല്ല, TV പോലും നിന്നെ കാണാൻ വിടില്ല ഞാൻ. അങ്ങനെയാണോ? ആ അങ്ങനെയാണോന്ന്? അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടാവില്ല. അങ്ങനെ വല്ല സംഭവിച്ച അവൻ കെട്ടിയ താലി പൊട്ടിച്ച് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞ് നീ പോടാന്ന് പറഞ്ഞു വരും. കൂൾ ബേബി, എന്നോടാണോ ചാലഞ്ച് ചെയ്യുന്നത്? അതൊരിക്കലും നടക്കില്ല. ഞാൻ വിചാരിച്ചത് മാത്രമേ നടക്കൂ. വിജയ് ഫാനാ എന്റെ ബോയ് ഫ്രണ്ട്. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇവനെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് അവന്റെ മുൻപിൽ നിന്നെ കൊണ്ടുപോയി നിർത്തും ഞാൻ. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ശിവ. വെരി ഗുഡ് മാ. ഓക്കെ ബേബി. ടെറി ബേബി എവിടെ? ആളിയന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു. നോ, അത് സർപ്രൈസ്. എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവളും മധുരക്കാരി, അവനും മധുരക്കാരൻ. ഇവളുടെ ചേട്ടൻ വിജയാണെന്ന് പറയുന്നു, അവന്റെ ചേട്ടനും വിജയാണെന്ന് പറയുന്നു. ഇവൾ അവളുടെ ചേട്ടനെ കുറിച്ച് സംസാരിക്കുമ്പോ ഫേസ്ബുക്കിൽ ഞാൻ വഴക്കുണ്ടാക്കുന്ന മറ്റവനുണ്ടല്ലോ, അയ്യോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നല്ലോ ഞാൻ. അവന്റെ മുഖമാണല്ലോ എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഈ പ്രശ്നത്തിനൊരു സാൽവേഷൻ ഇവരോട് ചോദിക്കാന്ന് വിചാരിച്ചാ. ഇതിനു മുമ്പ് പെണ്ണ് കിട്ടിയില്ല, വാളടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ഇപ്പൊ കിട്ടിയ പെണ്ണിനെ വിട്ടിട്ട് നിൽക്കുക. നിന്നെ കണ്ടല്ലോ എന്താ ചെയ്യുന്നറിയോ? അനാവശ്യമായിട്ട് കളിയാക്കുമല്ലോ. ഇനി ചിലപ്പോ ഞാൻ വിചാരിക്കുന്നത് പോലെ അവനും ഇവനും സഹോദരന്മാരാണെങ്കിൽ എന്താ ചെയ്യാ? എന്റെ ചേട്ടനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവളുടെ ചേട്ടന്റെ മുമ്പിൽ മുട്ടി കുത്തി. എന്റെ അടുത്ത് നീ വാശി കാണിച്ചിട്ട് നിന്റെ തലയിൽ നീ തന്നെ മണ്ണുവാരി ഇട്ടല്ലോടി എന്റെ പൊന്നു മോളെ. ഇവ എന്റെ കൂടെ ഫേസ്ബുക്കിൽ വഴക്ക് കൂടുന്ന പക്കാ അജിത് ഫാൻ ആണടി അനിതി. സത്യാണോ അത്? യെസ് ഡാർലിംഗ്. കേട്ടാ? കെട്ടിയ താലി തന്നെ വലിച്ചെറിഞ്ഞിട്ട് വരുന്നു പറഞ്ഞവളാണല്ലോ അവള്. അപ്പൊ എന്റെ പ്രേമം. ഫോൺ അടിക്കുന്നടാ. ഫോണാണോ അടിക്കുന്നത്? എനിക്ക് വേറെന്തൊക്കെയോ കേൾക്കുന്നുണ്ടടാ. ഹായ് ബേബി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സർപ്രൈസ് നാളത്തോടെ ഓവർ. നാളെ തന്നെയാണോ? യെസ് ശിവ, ടുമോറോ ഫുൾ ഡേ അവൈലബിൾ ആയിരിക്കണം നീ. ഞാൻ എപ്പോ വേണമെങ്കിലും നിന്നെ കോൾ ചെയ്യും. ഓക്കെ ബേബി. ടെറി ബേബി. ഹായ് ഏട്ടാ. മോളെ വളരെ പറയേട്ടാ. ചേട്ടൻ ഇവിടെ ചെന്നൈ തന്നെ ഉണ്ടടി. ഓ സൂപ്പർ. ഏത് ഏരിയയിലാ ഉള്ളത്? ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ടാ സാലിഗ്രാമ ഏരിയയിൽ പോസ്റ്റ് ഒട്ടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചിറ്റയുടെ വീട്ടിലേക്ക് വന്നേക്ക്. അവിടെ വേണ്ട മോളെ, ചിറ്റ എന്തെങ്കിലും ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാം. ഞാനൊരു സ്ഥലം പറയാം, അങ്ങോട്ട് വന്നാൽ മതി. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും. എന്നെ കൂടെ അവിടെ ഒന്ന് ഇറക്കി തരൂ. ആ ഇരുന്നു കേട്ടോ. നിന്റെ പ്രേമൊക്കെ ഏതൊരായടേ? ചേട്ടൻ എല്ലാ കാര്യവും അറിയോ? അത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടല്ലോ.
അതൊരു ടൈപ്പായിട്ട് പോകുന്നുണ്ട് ചേട്ടാ. ഞാൻ ഒരു കോള് വിളിച്ചോട്ടെ? ആ എടുത്തു ചേട്ടാ. താങ്ക്സ് എടാ. ഇറ്റ്സ് ഓക്കെ. താങ്ക്സ്. ഓക്കെ ചേട്ടാ. കാണാമേ. ചേട്ടാ ഫോൺ എന്റെ ഫോണ്. ഓ സോറി. ഫോൺ സൂപ്പർ. കുറച്ചും കൂടെ മുകളിലേക്ക് വെച്ച് ഒട്ടിക്കടാ. ആ ഒരു നിമിഷം വരെ ഞാൻ ഫേസ്ബുക്കിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്നവൻ എന്റെ മലറിന്റെ ചേട്ടനാവരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്റെ മുൻപിൽ നിൽക്കുന്ന ഗില്ലി സൂര്യ എന്റെ മലറിന്റെ ചേട്ടനാണെങ്കിലും ഞാനിവനടിക്കും. കാരണം എനിക്കിന്റെ തലയാണോ പ്രധാനം. ഇന്ന് എന്റെ ഏട്ടനെയും ബോയ് ഫ്രണ്ടിനെയും മീറ്റ് ചെയ്യിപ്പിക്കാൻ പോവാ. ഇത് എന്റെ സ്ഥലമല്ല. എനിക്ക് എന്തായാലും ശരി, ഞാൻ നിന്നെ വിടത്തില്ലടാ. കാരണം എനിക്ക് എന്റെ വിജയാണടാ പ്രധാനം. ഞാൻ കൊറേ പോസ്റ്റർ കീറിയിട്ടുണ്ട്. അതൊക്കെ ഒരു ചെറിയ ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് എന്റെ ശത്രു നീ ഒട്ടിച്ച പോസ്റ്റർ ഞാൻ കീറാൻ പോവാണ്. മാസല്ലടാ. വേണ്ടടാ, പറഞ്ഞ കേക്കില്ലേ? പിന്നെ ഇത് ഞാൻ കൊല്ലൂടാ. സൂപ്പർ ലൈവ് അപ്ഡേറ്റാ. വിജയുടെയും അജിത്തിന്റെയും ഫാൻസ് തമ്മിൽ അടി. അടിപൊളി, പറന്നുള്ള അടിയാണല്ലോ. നമസ്കാരം സഹോദര. മെനിങ്ങാന്ന് നടന്ന വിജയ് അജിത് ഫാൻസ് തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിങ്ങൾ എല്ലാവരും വാട്സ്ആപ്പ് ഫേസ്ബുക്കിലൂടെ എന്റെ 6000 ഫോളോവേഴ്സും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒത്തുതീർപ്പിലാണ് ഞങ്ങൾ. അവര് രണ്ടുപേരും ഉണ്ടല്ലോ, വിജയുടെ അജിത്തിന്റെ സീനിയർ ഫാൻസാ. ഇനി കളി കണ്ടോ.
എല്ലാരും എത്തിയല്ലോ അല്ലേ? എന്താ ചേച്ചി ഇവിടെ? ഇവന്റെ അച്ഛൻ ഔട്ട്ഡോർ പോയിരിക്കുക. കേസോ വല്ലോ ഇട്ടുകളയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കുക. നോക്കിയോളാം. ചേച്ചി വീട്ടിലേക്ക് പോകും. ഉദയ്, ചേച്ചിയെ വീട്ടിലേക്ക് വിട്ടേക്ക്. ശരിയേട്ടാ. ഇത് കയ്യിൽ വെച്ചോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നോക്കിയോളാം. ചേച്ചി വീട്ടിലേക്ക് പോകും. മച്ചാനെ നീ വലിയ ആള് തന്നെയാട്ടോ. 11 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇത്ര ലേറ്റ് ആയിട്ടാണോ വരുന്നത്? ആരോടോ വലിയ ആള്? ഇങ്ങനെ പോയാൽ അടുത്ത ഭരണം നിങ്ങളുടേതാണെന്നാ തോന്നുന്നത്. സാറ് വരാൻ കുറച്ച് താമസിച്ചു. താൻ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ, നമുക്ക് വന്ന കാര്യം നോക്കാം. ഓക്കെ സർ. അതെ ജാക്കേ, ആ ഇൻസ്പെക്ടർ വിളിച്ചെന്നെ ടോർച്ചർ ചെയ്യുക. ആ പ്രശ്നം ഉണ്ടാക്കിയത് ഇവരാണോ? ഈ പെണ്ണേതാ? ഈ പയ്യന്റെ അനിയത്തിയാണ് സർ. നീ പൊക്കോ. ഇല്ലല്ല, ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ നിൽക്കൂ. മോളെ ഒന്ന് പോയി മാറിയെന്നേ മോളെ. എടാ, ഈ നാട് മുഴുവൻ യൂത്തിന്റെ കയ്യിലാണെന്നൊരു വിചാരമുണ്ട്. നിങ്ങളെന്താടാ ഈ നടന്മാരുടെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് അടികൂടുന്നേ? നിന്നെയൊക്കെ എടുത്ത് അകത്തിട്ട് 4 തന്നാലേ നീയൊക്കെ ശരിയാവും. ഗ്യാപ്പിൽ അയാളും യൂത്ത് ആണെന്ന് പറയുന്നത്. സാർ എന്തിനാണ് ഇവിടേക്ക് വന്നേന്ന് അറിയൂ? വിജയുടെ ബർത്ത്ഡേക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടാൻ വന്നതാ. ഇത് ശരിയാവൂല. ഇവരെല്ലാം പിടിച്ച് അകത്തിട്ടേ പറ്റൂ. സാർ ഒരു മിനിറ്റ് സാർ. എന്താടാ കുപ്പിപ്പാട്ട മോനെ, ജയിലിലേക്ക് പോകുന്നോ? അതും പുഴൽ ജയിലില്. എന്താടാ മതിലൊന്നും മതിലില്ലേ? ഞങ്ങളും ദളപതി ഫാൻസ് തന്നെയാണ്. എന്തായാലും വന്നില്ലേ, വന്ന സ്ഥിതിക്ക് പോസ്റ്റർ അടിച്ചിട്ട് നിനക്ക് അങ്ങ് പോകാൻ പാടില്ലേ? വെറുതെ നിന്ന് ഇവരായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ചേട്ടൻ അവനെ പറ്റി അറിയില്ല ചേട്ടാ. ഞാൻ ഫേസ്ബുക്കിൽ വിജയെ പറ്റി ഏത് കമന്റ്സ് ഇട്ടാലും ഇവൻ കളിയാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അടിച്ചേ. നോക്ക്, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വഴക്കുണ്ടാക്കുന്നവരെ നിയന്ത്രിക്കണമല്ലേ? പട്ടാളക്കാർ വരേണ്ടി വരും. ഇപ്പൊ കൂടെ ഒരാളെ അജിത്തിനെ പറ്റി കമന്റ് ചെയ്തു എന്നും പറഞ്ഞ് അയാളുടെ വീട്ടിൽ പോയി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? സോഷ്യൽ മീഡിയയിൽ ഉത്തരം കൊടുത്തതല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരാണെങ്കിൽ തമിഴ് വഴക്കിട്ടു. പേപ്പറിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയോ? അപ്പുറത്തെ സൈഡിൽ ഒരു 500 പേരും അപ്പുറത്തെ സൈഡിൽ ഒരു 500 പേരും നിന്ന് വഴക്കിട്ടതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. തളപതി ഫാൻസുകൾ തമ്മിൽ യുദ്ധം എന്ന് എഴുതി ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എടാ അനിയ, നീ എന്താടാ ഈ നോക്കുന്നത്? നീ ആവശ്യമില്ലാതെ FB-യിൽ കമന്റ് ഇടുമ്പോ തന്നെ എനിക്കറിയാം എന്തെങ്കിലും പ്രശ്നം ഇതുപോലെ ഉണ്ടാവുമെന്ന്. ഒരെണ്ണം തന്നാ സോറി കേട്ടോ. അവന്മാരെ നോക്കുന്നുണ്ട് സാർ. ഫോൺ ജാഗിന് കൊടുക്കുക. ഇതാ കൊടുക്കാം സാർ. സാർ, നന്ദകുമാർ പറഞ്ഞു കാണുമല്ലോ, ഇനി ഒരു എക്സ്ക്യൂസ് ഇല്ല സാർ. പിള്ളേരുടെ ലൈഫല്ലേ സാർ, എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ചെയ്യാം. SI സാറിന്റെ അടുത്ത് കൊടുക്കാം. സാർ പറയണ സാർ. മധുര ദളപതി, ഒന്ന് ഉപ്പിട്ടേക്ക്. ഇന്നാ സാർ, ഇനി ഇതുപോലെ സംഭവിക്കത്തില്ല. ഓക്കെ ജാ, പോട്ടെ. ഞാൻ സമാധാനമായെന്ന് കരുതണ്ട. നമ്മൾ വീണ്ടും കാണേണ്ടി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അന്ന് ഞാൻ തീർച്ചയായും നിന്നെ കുത്തിയിരിക്കും. മലർ, വാ പോവാ. കുത്തൊന്ന് പറഞ്ഞില്ലേ? അത് നെഞ്ചിലാണോ അതോ വേറെ? ആ മനസ്സിനോടൊന്ന് ചോദിച്ചിട്ട് പറ. സ്ഥിരവരുമാനമില്ലാത്ത സിനിമയെ വിശ്വസിച്ച് എന്തുമാത്രം ബുദ്ധിമുട്ടിയാ ഇവിടെ ജീവിക്കുന്നതെന്നറിയാവോ? കുറച്ചെങ്കിലും ഫീൽ ഉണ്ടോടാ നിനക്ക്? വെറുതെ അജിത്തും വിജയെന്നും പറഞ്ഞോണ്ട് അടിച്ചോണ്ട് നടക്കുന്നു. മറ്റുള്ളവരാരും ചെയ്യാത്ത എന്ത് തെറ്റാ എന്റെ മോൻ മാത്രം ചെയ്തേ? നിങ്ങൾ ഒരു കാലത്ത് കമലഹാസന്റെ പുറകെ നടന്നില്ലേ? പിന്നെ കല്യാണവും കുട്ടികളും ഒക്കെ ആയപ്പോ നിങ്ങൾ തിരിച്ചു വന്നില്ലേ? അതുപോലെ അവനും ശരിയായിക്കോളും. നിങ്ങൾ ചെന്ന് നല്ല ആടിന്റെ കാല് നോക്കി മേടിച്ചോണ്ടോ അവന് സൂപ്പ് വെച്ച് കൊടുക്കട്ടെ. നിന്നെ പോലുള്ള അമ്മമാരുള്ളതുകൊണ്ട് ഈ പിള്ളേരൊക്കെ വഷളാവുന്നത്. അപ്പോഴേ എന്റെ അമ്മ പറഞ്ഞു, നല്ല വല്ല പെൺപിള്ളേരെ നോക്കി കല്യാണം കഴിക്കാൻ. ഞാൻ കേട്ടില്ലല്ലോ. ആ പെണ്ണിനെ കൊണ്ടൊന്ന് കാണിക്കാന്ന് പറഞ്ഞല്ലേ, എപ്പോഴാടാ കൊണ്ടുവരിക? അമ്മയ്ക്ക് അമ്മയുടെ വിഷമം. മധുരയിൽ വെച്ച് തലപതി എന്ന് പറഞ്ഞ് നീ വഴക്കിട്ടുകൊണ്ട് നടന്നു. ഇപ്പൊ ഇവിടെ വന്ന് നിന്റെ പണി നീ തുടങ്ങി കഴിഞ്ഞല്ലോ. ഇതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ സൂര്യ? ചിറ്റേ, ആവശ്യമില്ലാതെ സംസാരിക്കില്ല ചിറ്റേ. പറയുന്നത് അനുസരിക്കുന്നവരോട് പറഞ്ഞ പോരെ. അനിയ, നിനക്ക് നല്ലതേ വരൂ കേട്ടോ. മലർ, നീ ഏതോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ. ഒന്നുമില്ല ചേട്ടാ, പിന്നെ സംസാരിക്കാം. ഇപ്പൊ ആദ്യം ചെറിയ
ഹായ്ടാ ഹായ്ടാ മച്ചി. എന്താണ് അവൻ വല്ലാണ്ടിരിക്കണേ? ആ പെണ്ണിനെ അവൻ വാൾട്ടടിച്ചു, അവളുടെ ചേട്ടനെ അടിച്ചു. പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഞാൻ വോൾട്ടൊന്നും ശരിക്കും അടിച്ചിട്ടില്ലടാ. ഓഹോ, ആ പെണ്ണിനെ ഞാൻ ശരിക്കും പ്രേമിക്കാടാ. പറഞ്ഞാ നിങ്ങൾ വെറുതെ കളിയാക്കുന്നാണ് ഞാനൊന്നും പറയാം. ഇതെന്ത് കഷ്ടം! ആ ദരിദ്രം പിടിച്ച പ്രേമം നീയും ചെയ്യാൻ തുടങ്ങിയ. മച്ചനെ ഇവനൊന്നും സെറ്റ് ആവില്ല മോനെ. നമ്മളെ സെറ്റിൽ നിന്ന് ഇവനെ ഡൈവേഴ്സ് ചെയ്യാൻ നോക്ക്. പോടാ കൺമുമ്പേ കണ്ടുപോരുത്. പെണ്ണുങ്ങൾ വെറും വോൾട്ട് അടിക്കാൻ മാത്രമാണെന്ന് വിചാരിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്തറിയാനാടാ പ്രേമത്തെ കുറിച്ച്? ഒന്ന് പോടാ. ഓക്കെ ഷാജാൻ, ക്ഷമിക്കൂ. നിങ്ങൾ ഫീൽ ചെയ്യുന്ന താജ്മഹൽ കെട്ടിയേക്ക്. അങ്കിൾ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ നല്ല പിള്ളേരൊന്നുമല്ല, വളരെ മോശം പിള്ളേരാ. നിങ്ങൾ നാട്ടിലില്ലാത്ത സമയത്ത് വാച്ച്മാനെ കാശ് കൊടുത്ത് അകത്ത് പെണ്ണുങ്ങളൊക്കെ കയറ്റാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വേണ്ടി നോക്കണ്ട, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു. എടാ അവനെന്താടാ പറഞ്ഞു വെച്ചേ? അയാൾ നോക്കി കലിപ്പിക്കുന്നുണ്ടല്ലോ. അവനാണ് പെണ്ണിനെ കയറ്റിയെന്ന് നമ്മൾ പറഞ്ഞ വിശ്വസിക്കോ അങ്കിൾ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? അന്ന് ഗുഡൌൺ ഓരോരുത്ത് കുടിക്കേന് അവരായിരിക്കും എന്നെ അൺഫ്രണ്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അൺഫ്രണ്ട് ചെയ്തു. മലർ 10 ദിവസമായിട്ട് നിന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നീ എന്നോട് സംസാരിക്കുകയില്ല. നിന്റെ ചേട്ടൻ അടിച്ചത് തെറ്റാണ്, പക്ഷെ അന്ന് തന്നെ ഞാൻ സോറി ചോദിച്ചു. വേണമെങ്കിൽ പറ, ഞാൻ വീണ്ടും ഒരു സോറി ചോദിക്കാം. എന്റെ ചേട്ടനെ തല്ലാതെ ഒരു വശത്തിരിക്കട്ടെ, പക്ഷെ നിന്നെ വിശ്വസിച്ച് എന്നെ പൊട്ടിയാക്കിയല്ലേ? എന്താ ദളപതി ഫാനാന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചില്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിച്ചെന്നറിയില്ല. ശിവ, നമ്മൾ തമ്മിൽ സെറ്റാവില്ല. സെറ്റ് ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറ, ഞാൻ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യ്. നീ ദളപതിയുടെ ഫാനാന്ന് പ്രോമിസ് ചെയ്തല്ലേ, അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്, അപ്പൊ സോൾവ് ചെയ്യാം. ഇവിടെ ഒരൊറ്റ ബീച്ച് വിഷയം. അതൊന്നും പറ്റില്ല. ഞാൻ ചെയ്ത സത്യം വേണമെങ്കിൽ വാപ്പസ് ചെയ്യാം. നിനക്ക് വേണ്ടി തലയൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. ഓ, തലയ്ക്ക് നിന്നെ പോലെ വെറിയ മരയുള്ള ഫാൻസ് ഉള്ളപ്പോ ദളപതിക്ക് എന്നെ പോലെ വാശിയുള്ള അനിയത്തിമാരും ഉണ്ട്. എനിക്കും വിട്ടുതരാൻ പറ്റില്ല. അതന്നെയാടി, പിള്ളേർ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞതായിരുന്നു, നിന്നെ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയാൻ വേണ്ടിട്ട്. എന്ത് യൂസ് ചെയ്തിട്ട് വലിച്ചെറിയണമെന്നോ? ഡാ, അപ്പൊ നിന്റെ ലവ് സത്യല്ലേ? പറയടാ, നീ എന്താ ടൈം പാസ് കളിക്കായിരുന്നോ? സ്റ്റുപ്പിഡ്. മലർ, എന്താ? ഫസ്റ്റ് ഞാൻ അതിനു വേണ്ടി വന്നത്, പിന്നീട് ഞാൻ ശരിക്കും നിന്നെ പ്രേമിക്കാൻ തുടങ്ങി. സത്യമാണ്. നീ ഇത്രയും വൃത്തികെട്ടവനായിരുന്നോ? നോക്കി ശിവ, ഇന്നത്തോടെ ഈ ലവ് ബ്രേക്കപ്പ് ചെയ്തേക്കാം. ബ്രേക്കപ്പോ? ഓ ആയിക്കോട്ടെ, പക്ഷെ അതിന് നീ ഒരു കാര്യം ചെയ്യണം. നീ വീട്ടിൽ പോയിട്ട് റൂമിന്റെ കതവ് കുറ്റിയിട്ടിട്ട് എന്നെ പ്രണയിച്ചത് എന്റെ കൂടെ കറങ്ങിയതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ലവ് സോങ് ടിവിയിൽ കണ്ടിട്ട് ഓടി വന്ന് എന്റെ മേലെ വീണിട്ട് ബേബി ബേബി ഐ ലവ് യു സോ മച്ച്, ഐ എം വെരി സോറി എന്ന് പറഞ്ഞ് നീ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നീ തന്നെ നിന്റെ സ്വന്തം കൈ കൊണ്ട് ഒരു ബ്രേക്കപ്പ് ലെറ്റർ എഴുതി തന്നിട്ട് നീ പോയിക്കൊണ്ടേയിരുന്നു. എന്ത് ബേബി ബേബി എന്ന് പറഞ്ഞ് നിന്റെ കാല് പിടിച്ച് കെഞ്ചു വന്നോ? മലർ, നീനെ വിട്ടുപോന്നുള്ള പേടിയിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞതാ. ഈശ്വര, സിൻസിയർ ആയിട്ടാണല്ലോ എഴുതുന്നത്. വേണ്ടടി, ഇതൊന്നും വേണ്ടടി. പിടിക്കടാ പ്ലീസ് ഡി ബ്രേക്കപ്പ് സോങ് ഒക്കെ ഇടുവടി. വേണ്ടടി. എൻ ബേബി ഞാൻ ത്യാഗരോ നിന്നാലെ നാൾ തോറും കുളിരുള്ള തീപ്പാറും അതിൽ നിന്തിങ്കൾ തേനൂറും നീ വാ 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 അന്ന കിളി വായാടി എന്ന കിളി ഉള്ളം നുള്ളി പോവാതെ പെണ്ണേ നീ വാ 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 മുള്ളിൻ വള്ളി വാ കടുകിൻ ഉള്ളിലുള്ള ചുറ്റുള്ളവൻ സ്നേഹം തന്നെ പോ നിൻ കള്ളച്ചിരി കള്ളടിച്ചു കല്ലിൻ നെഞ്ചിൽ തലയിടിച്ചു ലവിന്റെ ഫിലമെന്റും തകർന്നടിഞ്ഞു വെട്ടും കുത്തും വീമ്പെടുത്ത് എല്ലും തലയും പോയിട്ട് നാണം കെട്ട് നാൽക്കവലിൽ നിന്നെ പോയി ഞാൻ മോങ്ങിടാതെ മച്ചാ എല്ലാം മാറും മച്ചാ നാളെ നല്ല കാലം വന്നു ചേരും ഹായ് പറയും മോങ്ങിടാതെ മച്ചാ എല്ലാം മാറും മച്ചാ നാളെ നല്ല കാലം വന്നു ചേരും ഹായ് പറയും പിന്നെ എടിനൊസ് കാട്ടി പെണ്ണെ ഞാൻ വെറുത്തു പോയി നിന്നെ എങ്കിലും എന്റെ ഉള്ളിൽ നീ ഒട്ടി നിൽപ്പ പൊന്നെ പെണ്ണെ 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 എടിനൊസ് കാട്ടി പെണ്ണെ ഞാൻ വെറുത്തു പോയി നിന്നെ എങ്കിലും എന്റെ ഉള്ളിൽ നീ ഒട്ടി നിൽപ്പ പൊന്നെ നീ
ഫ്രണ്ട്ഷിപ്പ് ബാൻസ് പോലെ വല്ല മറന്നു വല്ല എന്നെ നീ കറുത്ത കണ്ണാൽ എന്നെ പിന്നെ വറുത്തെടുത്തതെന്തേ നീ തേക്കും പെട്ടി കൂട്ടമല്ലേ ഞാൻ മുട്ടൻ പൊട്ടൻ ആയതല്ലേ ഇന്നെന്നിൽ പെയ്വത് കണ്ണീരല്ലേ ഈ വഞ്ചനയിൽ ഞാൻ മുങ്ങും പോലെ മോങ്ങിടാതെ മച്ചാ എല്ലാം മാറും മച്ചാ നാളെ നല്ല കാലം വന്നു ചേരും ഹായ് പറയും മോങ്ങിടാതെ മച്ചാ എല്ലാം മാറും മച്ചാ നാളെ നല്ല കാലം വന്നു ചേരും ഹായ് പറയും പുട്ടടിച്ചു തീർന്നു പോയ കീശ പോലെ പിന്നി നിന്ന് കഞ്ഞിയിലെ പാറ്റ പോലെ ജീവിതമേ വീണടിഞ്ഞേ അയ്യോ മാതള നീർമഴ പെയ്യും പോലെ എന്നുയിരിൽ നീ പെയ്ത പെണ്ണേ ഇന്നെന്നിൽ പെയ്വത് കണ്ണീരല്ലേ ഈ വഞ്ചനയിൽ ഞാൻ മുങ്ങും പോലെ ഞാൻ കേൾക്കാറോ നിന്നാലെ നാൾ തോറും കുളിരുള്ള തീപ്പാറും അതിൽ നിന്തിങ്കൾ തേനൂറും നീ പാപ്പാ അനക്കിളി വായാടി എന്നെ കിളി ഉള്ളം തുള്ളി പോവാതെ പെണ്ണേ നീ പാപ്പാ മുള്ളിൻ വള്ളി കടുകിൻ ഉള്ളിലുള്ള ചുറ്റളവിൻ സ്നേഹം തന്നെ പോ നിൻ കള്ളച്ചിരി കള്ളടിച്ചു കല്ലിൻ നെഞ്ചിൽ തലയിടിച്ചു ലവിന്റെ ഫിലമെന്റും തകർന്നടിഞ്ഞു വെട്ടും കുത്തും വീമ്പെടുത്ത് എല്ലും തലേ പോയിട്ട് നാണം കെട്ട് നാൽക്കവലിൽ നിന്നെ പോയി ഞാൻ മോങ്ങിടാതെ മച്ചാ എല്ലാം മാറും മച്ചാ നാളെ നല്ല കാലം വന്നു ചേരും ഹായ് പറയും മോങ്ങിടാതെ മച്ചാ എല്ലാം മാറും മച്ചാ നാളെ നല്ല കാലം വന്നു ചേരും ഹായ് പറയും മോങ്ങിടാതെ മച്ചാ എല്ലാം മാറും മച്ചാ നാളെ നല്ല കാലം വന്നു ചേരും ഹായ് പറയും എന്നെ വിട്ടേച്ച് പോയ പെണ്ണ് നീ എന്റെ കണ്ണാന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ തുറക്ക്. അയ്യോ ആന്റി, ചേച്ചിയുടെ മോനെ അടിച്ചതിന് ഐ എം വെരി സോറി. ബാക്കി എല്ലാവരോടും ഞാൻ സോറി പറഞ്ഞു പറഞ്ഞാൽ മതി. ഐ എം വെരി സോറി. നീ ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇദ്ദേഹത്തെ ഞാൻ ഏരിയയിൽ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടേ ഇല്ല. ഇവൻ എന്തൊക്കെയാ പറയുന്നത് അറിയില്ല. സോറി. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ആദ്യം ഇവിടെ നിന്ന് പോ. ചേച്ചിക്ക് സോറി, ചേട്ടനൊരു സോറി. ദേവി ഇവിടെ നിന്ന് പോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? സോറി ചോദിക്കാണ്. വെരി സോറി. എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഹലോ, ഞാൻ ഭയങ്കര ഫിറ്റിലാണ്. അതുകൊണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. ഞാനാണ് ശിവ. ഞാനാണ് ഒരു മണ്ടിനെ പോലും ബ്രേക്കപ്പ് ലെറ്റർ ചോദിച്ചത്. നീയും ബുദ്ധിയില്ലാതെ ബ്രേക്കപ്പ് ലെറ്റർ എഴുതി തന്നിട്ട് പോയി. നിന്നെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പ്രേമിച്ചത്. അങ്ങനെയൊന്നും ഞാൻ വിട്ടിട്ട് പോവില്ല. അങ്ങനെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഞാനൊരു തലപതി ഫാൻ ആണെന്ന് ചെറിയൊരു കള്ളം പറഞ്ഞു. നിന്റെ ചേട്ടൻ അടിച്ചതൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ്. അതിനുവേണ്ടി നിന്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെ കാലിന് വേണ്ടി ഞാൻ സോറി ചോദിച്ചു. നീ എന്നെ വിട്ടേച്ചിട്ട് പോയ അതേ സ്ഥലത്ത് നിന്ന് ഞാൻ വെയിറ്റ് ചെയ്യും. നീ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ സോറി ചോദിക്കാൻ വന്ന ഈ ഞാൻ വീണ്ടും നല്ല ഫിറ്റായിട്ട് വീട്ടിൽ വന്നിട്ട് അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കും. എന്റെ തീരുമാനം നിന്റെ കയ്യിലുള്ളത്. ഓക്കേ ബേബി? നീ എന്തായാലും പറയില്ല ചെറിയ ബേബി. ഞാൻ പറഞ്ഞ അതേ സ്ഥലത്ത് പല ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ മലർ എന്നെ തേടി വന്നില്ല. എൻ്റെ മലർ എന്നെ വിട്ടേച്ച് പോയി.
വഴിണ്ടല്ല അതുകൂടി പോടാ. ഒന്ന് സൈഡാക്കി നിർത്തറ. അന്ന് ഫിറ്റായിട്ട് ഞാനുള്ള വീട്ടിൽ പോയപ്പോൾ മലർ പേടിച്ചു പോയി. എന്നോടുള്ള ദേഷ്യം കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട പഠിത്തം പോലും വിട്ടേച്ചിട്ട് പോയി അവള്. സോറി. മദ്യപാനം ശരീരത്തിനും ആരോഗ്യത്തിനും ഹാനികരാണെന്ന് പറയാറുണ്ട്. അത് പ്രേമത്തിനും ഹാനികരാണെന്ന് പറയായിരുന്നു. നോർമലി പ്രണയത്തിൽ ഈ ജാതി, പണം, മതം, ഈഗോ ഇതൊക്കെയായിരിക്കും പ്രശ്നം. പക്ഷെ എൻ്റെ കാര്യത്തിൽ തല ഫാനാണോ തലപതി ഫാനാണോ എന്നുള്ളതാണ് പ്രശ്നം. എന്തോന്നളിയാ, കല്യാണത്തിന്റെ അന്നല്ലേ ഇതുപോലെ സാധനങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. അളിയനാണെങ്കിൽ 2 ദിവസം മുമ്പേ ഇങ്ങനെ അയച്ചു വെച്ചല്ലോ. എന്റെ പൊന്നളിയാ, നീ ചെന്നൈയിൽ പോയിട്ട് 10-25 വർഷം ആയില്ലേ? അതെന്താ അളിയാ? നിന്റെ സംസാരം കേട്ട അങ്ങനെ തോന്നുമല്ലോ. അളിയാ, ജീവിക്കാൻ വേണ്ടിയല്ലേ സിറ്റിയിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം ഒന്നും മാറത്തില്ലല്ലോ. മുഹൂർത്തമൊന്നും ഇല്ലെങ്കിൽ ഈ മണ്ഡപത്തിൽ കല്യാണമൊന്നും കാണില്ലല്ലോ. പിന്നെ നമ്മുടെ കാര്യമായോണ്ട് എല്ലാം റെഡിയാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. ഒന്ന് പെട്ടെന്ന് എടുത്തു വെക്കടാ. ചേട്ടാ എന്താടാ പ്രേമേ? ചേട്ടൻ്റെ കൂടെ ചെന്നൈയിൽ അടിയുണ്ടാക്കിയ പയ്യനല്ലേ, അവൻ ഫേസ്ബുക്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശിവ. FBയിൽ ഇതാണ് എൻ്റെ ആദ്യത്തെ ലൈവ്. എനിക്ക് എന്ത് പേഴ്സണൽ കാര്യം വന്നാലും ഞാൻ ഈ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ പ്രണയം വൺ സൈഡ് സൂസൈഡ് ലവ് വരയ്ക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, അതിനുവേണ്ടി ഞാൻ മരിക്കാൻ പോവാണ്. എൻ്റെ ലവർ എന്നെ വിട്ട് പോയതിനു ശേഷം അവൾ എൻ്റെ കൂടെ സംസാരിച്ചത്, എൻ്റെ കൂടെ കറങ്ങിയത് എല്ലാം റിമൈൻഡ് ചെയ്ത് എല്ലാം വീഡിയോ എടുത്ത് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഭ്രാന്തനെ പോലെയായി ഞാൻ. പ്രേമത്തിന് വേണ്ടി മരിക്കുന്നവനൊക്കെ കണ്ടിട്ട് ഇതിനൊക്കെയാണോടാ മരിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നില്ല. അതേപോലെ ഞാനും കുറെ പേരെ കളിയാക്കിയിട്ടുണ്ട്. 1 മിനിറ്റ് ഈ ലോകത്തിലുള്ള എല്ലാം മറന്നിട്ട് ഒരു പെണ്ണിനെ സിൻസിയർ ആയിട്ട് ലവ് ചെയ്തൊക്കെ അപ്പൊ മനസ്സിലാവും പ്രേമത്തിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് വർത്താണ്. സത്യമാണ്, പ്രേമവേദനയ്ക്ക് മരണമാണ് നല്ല മരുന്നെന്ന് ഞാൻ FB പോസ്റ്റിൽ കണ്ടത്. അത് സത്യമാണ്. അതുകൊണ്ടാണ് ആ പെണ്ണിന് വേണ്ടി ഞാൻ സൂസൈഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുത്തി കൊല്ലേണ്ടതാ ഇവനെ. ചത്ത് തോലേട്ട നാശ. അങ്കിൾ പറയൂ അങ്ക. അവൻ എവിടാടാ? അറിയില്ലല്ലോ അങ്കിൾ. ഫേസ്ബുക്കിൽ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റ് ചെയ്തിരിക്കുക. എവിടാ നോക്ക്. എടാ കുമാർ, പോയി ചോദിക്കടാ. ചേട്ടാ, ശിവ ഇവിടെ വന്നോ? ഇല്ല, കണ്ടില്ലല്ലോ. എടാ ശിവയുടെ ബൈക്ക് ഇവിടെ അവനെ വിട്ട് പോയ ബൈക്ക്. ആന്റി, അവന്റെ ബൈക്ക് 4th സ്ട്രീറ്റിലുണ്ട്. എന്തൊക്കെയാടാ പറയുന്നത്? നന്നായിട്ട് തേടി നോക്ക്. എന്റെ ലൈവ് അപ്ഡേറ്റ് കണ്ടിട്ട് ഇവനൊക്കെ എങ്ങനെ സൂസൈഡ് ചെയ്യാനാ? വെറുതെ കള്ളം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവരും എന്നെ കമന്റ് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ സത്യമായിട്ട് സൂസൈഡ് ചെയ്യാൻ പോവാണ്. എന്റെ സൂസൈഡ് നോർമൽ ആവുകയാണെങ്കിൽ നിങ്ങൾ കാണൂ. അതുകൊണ്ട് ഒരു പുതിയ ടൈപ്പിൽ ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവാണ്. എന്നാലല്ലേ ട്രെൻഡിങ് ആവും, വൈറൽ ആവുള്ളൂ. എന്നാലല്ലേ നിങ്ങൾ കാണൂ. എന്താടാ അവൻ പുതിയ ടൈപ്പിൽ സൂസൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ പഴയ സിനിമയിലൊക്കെ വരുന്ന പോലെ ഗ്യാസ് പൊട്ടി മരിക്കില്ല അങ്ങനെയാണെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ അങ്ങനെയല്ല. ഈ ഗ്യാസ് സിലിണ്ടർ ഓൺ ചെയ്തിട്ടേ കത്തിച്ച മാത്രമല്ല പൊട്ടിത്തെറിക്കുക. ഇതിന്ന് ലീക്ക് ആവുന്ന ഗ്യാസ് കുറച്ചു നേരത്തിനുള്ളിൽ ഈ റൂം മൊത്തം ഫില്ലാകും. അതിന്നൊരു 2 to 3 മിനിറ്റ്സിൽ എന്റെ ഓക്സിജൻ ബ്ലോക്കായി എന്റെ മനസ്സ് മൊത്തം ഞാൻ അവളെ വിചാരിച്ചിട്ട് എന്റെ സൂസൈഡ് സക്സസ്ഫുൾ ആക്കും. അങ്കിൾ, അവൻ വീട്ടിലും ഇല്ല. ഇവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ. പേടിക്കണ്ട, ഞങ്ങൾ അന്വേഷിക്കാം.
എടാ ശിവ, നിന്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് ലിസ്റ്റ് കമലഹാസൻ എന്ന് പേരുള്ള നിന്റെ അച്ഛനാടാ സംസാരിക്കുന്നേ. അച്ഛാ, നീ എന്ന് വെച്ചാ ഞങ്ങക്ക് ജീവനാടാ. നിന്നോടുള്ള സ്നേഹം യഥാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും നീ ഈ വീഡിയോ കാണൂടാ മോനെ. ഞങ്ങള് നിനക്ക് വേണ്ടിയല്ലടാ ജീവിക്കുന്നത്. ഞങ്ങളെ കുറിച്ച് പോലും ഓർക്കാതെ നീ എന്തിനാടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്ന് നീ സ്മാർട്ട് ഫോൺ കയ്യിലെടുത്തോ അന്നു മുതൽ ഞങ്ങളെ ശരിക്കും നോക്കാറ് പോലും ഇല്ലായിരുന്നു. 5000 ഫ്രണ്ട്സ് ഉണ്ട് 5000 ഫ്രണ്ട്സ് ഉണ്ടെന്ന് നീ പറയാറില്ലേ? അങ്ങനെ 5000 ഫ്രണ്ട്സ് ഫേസ്ബുക്കിൽ ഉണ്ടായിട്ട് എന്താടാ കാര്യം? അവരാരെങ്കിലും നിന്നെ കളിയാക്കാതെ ഒന്ന് സമാധാനിപ്പിക്കാനുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ തീരുമാനം മാറ്റിയേനെ. എന്താടാ സംഭവിച്ചത്? ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ നീ ഇതുപോലെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അച്ഛനെ പറഞ്ഞയച്ചിട്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. ഞങ്ങൾ എവിടെയോ നിന്ന് നിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഗതികേടി വന്നല്ലോ. അവള് വേണ്ടടാ, പോട്ടെ. നല്ലൊരു പെണ്ണ് നോക്കി ഞാൻ നിനക്ക് കെട്ടിച്ചു തരാടാ. നിന്റെ തീരുമാനം മാറ്റി ശിവ. നിന്നെ ഞങ്ങൾക്ക് വേണോടാ ശിവ, നിന്നെ ഞങ്ങൾക്ക് വേണോടാ ശിവ. ദയവേത് നിന്റെ തീരുമാനം മാറ്റടാ. ഞാൻ വലിയ തെറ്റമ്മ ചെയ്തത്. അച്ഛാ, ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലോ അച്ഛാ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കച്ചാ. എല്ലാവരും എന്നെ മണ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് കളിയാക്കും. ഇപ്പൊ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു സൂസൈഡ് ട്രൈ ചെയ്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. നന്ദി. ഫേക്ക് ഐ ഡി മിസ്റ്റർ കമൽഹാസൻ ആൻഡ് ഫ്രണ്ട്സ്. എടാ ശിവ, നീ എന്താടാ 4 ദിവസമായിട്ട് മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? വിഷമിക്കണ്ട, അവിടെ ഒരു വീട് നമുക്ക് വാങ്ങിക്കാം. പിന്നെ അത് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആന്ന് അവനറിയാം. ഞാനേ PTK ഫിലിംസ് എന്ന് പറഞ്ഞ ഒരു സിനിമ കമ്പനി ആരംഭിച്ചിട്ടുണ്ട് മോനെ. സിനിമ എടുക്കാൻ പോവാ. നിന്നെ ഹീറോ ആയിട്ട് വെച്ചെടുക്കും. അതിരിക്കട്ടെ, നിന്റെ മരുമോളെ ഹീറോയിനി ആക്കിയാലോ? ആരെയാ? ഇവൻ ലവ് ചെയ്യുന്നില്ലേ? ആ പെണ്ണിനെ പറ്റിയാ പറഞ്ഞത്. നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ജീവിതത്തിൽ ഒരുപാട് ക്രോസ് ചെയ്യേണ്ടെന്നുണ്ടെന്ന്? ആ സമയത്ത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും. നീയും പറഞ്ഞില്ലേ മഹാറാണിയെ പോലൊരു പെണ്ണിനെ നിനക്ക് കിട്ടുമെന്ന്. ഇതോ നോക്കടാ, പ്രേമത്തിന് വേണ്ടിയേ മരിക്കാൻ പോവാന്നും മരിച്ചു പോവെന്ന് പറയുന്നവനും അങ്ങനെയുള്ളവർക്ക് നിറയെ വ്യത്യാസമുണ്ട്. നീ മരണം മുന്നിൽ കണ്ടിട്ട് വന്നവനാ. ആ പെണ്ണിനെ നിനക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല അച്ഛാ. ദാ ശിവ, മറന്നു മാറി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 4-5 ദിവസമായിട്ട് നിന്നെ കാണുന്നതല്ലേ. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വാടാ. ദാ ഇഷ്ടമില്ലെങ്കിൽ വിട്ടേരും, പക്ഷെ പറ്റത്തില്ലെന്നും പറഞ്ഞു വിടരുത്. മച്ചാനെ, കബഡി കളിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിട്ട് മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ ചെന്ന് ഇറങ്ങാം. ട്രാൻസ്ഫോർമർ നമ്മൾ തകർക്കും. ഗില്ലി വിജയ് അവന് വിഷമായി. ഗില്ലി സൂര്യയെ അടിച്ചൊതുക്കുന്നു. അവന്റെ അനിയത്തിയെ ജിപ്സിയിൽ കയറ്റുന്നു. ഒരു പുല്ലും അറിയാത്തവരെ പോലെ നമ്മൾ പാട്ടും പാടി ഇങ്ങ് പോരുന്നു. എടാ, സെൻസറിൽ കട്ട് ചെയ്യുന്നു പറഞ്ഞല്ലേ ഇങ്ങനെ പറയുന്നത്? മനസ്സിലാക്കടാ പന്നെ. എടാ, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ഡൗട്ടാ. മധുരയില് സെമി ഫൈനൽ തോറ്റിട്ട് ചെന്നൈയിൽ എങ്ങനെയാണ് നീക്ക് ഫൈനൽ കളിച്ചേ? തലതെറിച്ച് പ്രായമൂത്തവർക്കെല്ലാം ഉത്തരം പറയാൻ പാടില്ലെന്ന് ഞങ്ങളുടെ യൂണിയനിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? എടാ, എല്ലാം നിനക്ക് വേണ്ടിയാ. ആ പെണ്ണിനെ പൊക്കണ്ട എങ്ങനെയാണെന്ന് നോക്കുക ഞങ്ങള്. അത് അകത്ത് വന്ന് പറഞ്ഞൂടെ? അകത്ത് വന്നാൽ ആ വിജയ് സേതുപതി അടിക്കില്ല. സെറ്റ് പ്രോപ്പർട്ടി മാത്രം എന്തിനായിട്ടിരിക്കുന്നത്? എടാ, ഇത് വെളിയിലുണ്ടായിരുന്നടാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ ഐഡിയ ഇരിപ്പുണ്ട്. ആ ഐഡിയ പറയുകയാണെങ്കിൽ ഞങ്ങളും കൂടെ വരണ്ടേ? വേണ്ട, ഞാൻ തന്നെ ഇത് സ്വയം ചെയ്തോളാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ 3 പേര് ഒന്ന് മാറി നിൽക്കും. എന്തോന്നാടാ ഇവൻ? നമ്മളാ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞപ്പോ അവൻ സ്വയം ചെയ്തോളാന്ന്. എന്തൊരു സാധനാടാ ഇവൻ. അതിനാളിയാ സാൾട്ട് ആൻഡ് പേപ്പർ ഹെയർ സ്റ്റൈൽ വെച്ചാൽ മാത്രം പോരാ, തലയിൽ ഒരു ആൾ താമസമെങ്കിലും ഉണ്ടാവണം. ഇനി നീ അജിത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടോ? അടി വെച്ചെന്ന്. എന്റെ ലവ് സക്സസ് ആവാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? ഏത് ഫേസ്ബുക്കിലാണോ ഞാൻ എന്റെ പ്രണയത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചതോ അതേ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്ത് ഗില്ലി സൂര്യ ഞാനൊരു വഴിയാക്കും. അവന്റെ അനിയത്തി ഞാൻ എന്റെ മിസ്സസ് ആക്കും. എന്തോന്നാടാ ഇവനീ പറയുന്നത്? ഇതെങ്ങനെ വർക്കൗട്ട് ആവും? ഇവർ അതിനിടയ്ക്ക് ഒരു മോണ്ടേജ് സോങ് ഇടുന്നുള്ള വിശ്വാസത്തിലാണ്. എന്ത് പറ്റിയടി നിനക്ക്? ഭക്ഷണം കഴിക്കുമ്പോൾ ഫേസ്ബുക്ക് എടുത്താ വഴക്ക് പറയാറുള്ളതല്ലേ? ഇപ്പൊ നിങ്ങൾ വാരി കൊടുത്തോണ്ടിരിക്കുക.
എടാ ബ്രേക്കപ്പിന് അപ്ലോഡ് ചെയ്തിട്ട് എന്തായി ഇപ്പോ? അതെല്ലാം കറക്റ്റ് ആയിട്ട് പോവേണ്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ചേട്ടോ. അടിച്ച് പൊളിക്കണടാ. എണീക്കടാ. എന്താ എണീക്കാൻ ആരെന്ന് അറിഞ്ഞാലും നീ എണീക്കുള്ളൂ. എണീക്കണം വരെ എന്തോന്നാണ് പറഞ്ഞാൽ ഇടിച്ച് കേറ്റിക്കളയും ഞാൻ. എന്താ ഇത്? തലപതി അഭിനയിച്ച തലൈവ പടം 100 പ്രാവശ്യം ഞാൻ കണ്ടു. എന്തോ നടവൻ പഴയ ചാറ്റിങ് വീണ്ടും തുടങ്ങിയെന്നാ തോന്നുന്നത്. അല്ല അളിയാ, നീ അവന്റെ അടുത്ത് ഏത് പേരിലാ ചാറ്റ് ചെയ്യുന്നത്? തലപതി ഭക്തനാ. ദളപതി ഭക്തനോ? എന്തോന്ന് പേരാടാ ഇത്? ഒന്ന് പോടാ. നീ തളപതി ഫാൻ എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കോ? ആടാ വാ. മച്ചാനെ, സൂര്യനെ കാണാൻ വേണ്ടി വിളിക്കാടാ. ഞാൻ പോയിട്ട് വരട്ടെ. എടാ, അവൻ ഫേക്ക് ഐഡിയിലുള്ള വിജയ് ഫാനിനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കും. ആ സമയത്ത് നീ അവിടെ പോയി നിന്നാ വല്ല പ്രശ്നം ഉണ്ടാവൂടാ. ഓൾറെഡി അവിടെ നിന്ന് ഇവിടെ വന്ന് എന്നെ അടിച്ചവനവൻ. ഇപ്പൊ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും വരാൻ കൂടെ. പ്രേമത്തിന് വേണ്ടി ഞാൻ അങ്ങനെ മരിക്കണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാടെ മാറ്റാൻ പറ്റുമോ? ഞാൻ നോക്കിക്കോളാം, അത് ഞാൻ നോക്കിക്കോളാം. ഹലോ, ഞാൻ മാട്ടുതവണയിലുള്ളത്. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഗണേഷ്. ശരി, ഓക്കെ ബോസ്. ഓക്കെ ചേട്ടാ. ബോസ്, ഞാൻ എത്തി. വന്നോ? അതെ, സിറ്റി സെന്ററിന്റെ വാതിക്ക് വെയിറ്റ് ചെയ്യാണ്. ഞാനും വന്നേക്കാം. ഓക്കെ ബോസ്. തലൈവ പടം 100 പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചാടാ, സൂര്യ നിന്നെ എവനോ നന്നായിട്ട് പറ്റിക്കുന്നു എന്ന്. ആ ഒരുത്തൻ നീ ആയിരിക്കണം ഞാൻ ഈശ്വരനെ പ്രാർത്ഥിച്ചു. എന്താ അങ്ങനെ പകച്ചു നിൽക്കുന്നേ? കൈ കൂട് ബോസേ. എന്താ ഇത്ര ആലോചിക്കുന്നേ? ബോസ്, നിന്റെ സംസാരത്തിന് നിന്നെ ഇവിടെ തന്നെ കുത്തി മലർത്തണം. എന്താ നോക്കുന്നേ? ഇവിടെ നിന്ന് ഞാൻ കുത്തി മലത്തിയാലും ആരെങ്കിലും ചോദിക്കോ? കാരണം ഇത് എന്റെ സ്ഥലമാ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം എന്താ പറ? എനിക്കറിയില്ല ബോസ്. വിജയുടെ ഫാനായി ഇൻട്രൊഡ്യൂസ് ആയതിൽ പിന്നെ നീ വിജയെ കുറിച്ച് എത്ര പുകഴ്ത്തി പറഞ്ഞെന്ന് നിനക്കറിയാമോ? ആഹാ ബോസ്, പുകഴ്ചയ്ക്ക് മയങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല ബോസ്, ദൈവം പോലും ഇല്ല. ശരിക്കും പറ, കേൾക്കുന്നില്ല. അല്ല, ആ ദൈവം തന്നെ ഞാൻ മാത്രം എന്ത് ചെയ്യാനാ? ശരി ബോസ്, ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് വെച്ചാൽ അതെല്ലാം കള ബോസേ. ഇവിടുത്തെ കുമാർ മെസ്സിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല ബോസ്. എന്നാ വാ, ആദ്യം നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഉണ്ടിട്ട് സംസാരിക്കാം. പോവാലോ അല്ലേ? ഇവിടെ അടുത്താണ് വർക്ക്ഷോപ്പ്. നീ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നീ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും എൻ്റെ മലറിന് വേണ്ടി ഞാൻ സഹിക്കാൻ തയ്യാറാണ്. വാ ഇരിക്കു ബോസേ. പ്രേമേ, ഒരു ചായ പറ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. കുഴപ്പമില്ല, ആദ്യം ഇരിക്കേ. മോനെ, നീയല്ലേ ഫേസ്ബുക്കിൽ സൂയിസൈഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടത്? അതെ ബോസ്. എന്നിട്ടും ചേട്ടൻ ചത്തില്ലല്ലോ. ഈ മദ്രാസുകാരന്മാരൊക്കെ നുണയന്മാരാടാ. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇതിനു വേണ്ടിയുള്ളതല്ലേ? നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അന്ന് ഞാൻ നിന്നെ തീർച്ചയായും കുത്തിയിരിക്കും. ഒരുപാട് ആലോചിക്കുന്നുണ്ടല്ലോ. ഇനി ചിലപ്പോ കുത്തിക്കളയോ? ഫേക്ക് ഐഡി വന്ന് പറ്റിക്കാൻ നോക്കുന്നോടാ. എന്തു പറ്റി ബോസ്? ബസ്, ടീ കുടിച്ചാലോ? ഹലോ ചേട്ടാ, ഞാൻ വീട്ടിലുള്ളത്. ഏട്ടൻ എവിടെയാ ഉള്ളത്? നീ ഒരു കാര്യം ചെയ്, ചായ ഇട്ട് എടുത്തോണ്ട് വർക്ക്ഷോപ്പിലേക്ക് വാ. ശരി ഏട്ടാ.
ചേച്ചി ഇതാ എല്ലാവർക്കും കൊടുക്ക്. മലരെ, ചെന്നൈയിൽ നിന്ന് നമ്മുടെ ഗസ്റ്റ് വന്നിരിക്കുന്നത്, നീ തന്നെ ഒഴിച്ചു കൊടുക്ക്. നീ ഇപ്പൊ ജോലി നോക്കടാ. മലർ, സുഖാണോ? നീ ചോദിച്ചതും പറഞ്ഞതും ഒക്കെ ചെയ്തു കാണിച്ചില്ലേ? എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? എന്താ വേണ്ട ഇനി? ഞാനോ? ചേട്ടാ, ഇവനിങ്ങ് കുത്ത്. നീ എന്തായി പറയുന്നത് മലർ? നല്ലവനല്ല, കുത്തി കൊല്ല്. ഏയ് നിക്ക് 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 നിക്ക്. നീ ചെന്നൈ പഠിക്കാൻ പോയിട്ട് പഠിത്തം പാതി നിർത്തിയിട്ട് ഇവിടെ വന്നു. ഞാൻ എന്തോ ലവ് എന്ന് വിചാരിച്ചു, നീ വേറെന്താ സംസാരിക്കുന്നു? ഇവന് കുത്ത് ചേട്ടാ. എന്ത് നടന്നു എന്ന് പറയൂ. ചെന്നൈയിൽ പോയപ്പോ ഇവനെ ലവ് ചെയ്തു. പക്ഷെ ഇവൻ നിന്റെ കൂടെ വഴക്കടിച്ചതിന് ശേഷം ഞാനത് ബ്രേക്കപ്പ് ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹലോ, ആരാ നിങ്ങള്? എന്താ ഇത്? അതെല്ലാം നിന്റെ ഫോട്ടോ നന്നായിട്ടുണ്ട്. നിന്റെ ഫോട്ടോ നേരത്തെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ ഉണ്ട്. പക്ഷെ ഇത് നാളെ മറ്റാരുടെയും കയ്യിലെത്തി ചികിച്ചിക എങ്ങനെയുണ്ട്? നല്ല ഫോട്ടോയല്ലേ? ഇപ്പൊ അതിന്റെ ആവശ്യം എനിക്കുണ്ട്. എനിക്ക് കുറച്ച് പണം വേണം. എന്റെ അടുത്ത് കാശില്ല. എന്തോ? ഞാൻ നിന്റെ ചേട്ടൻ്റെ വാങ്ങിച്ചോട്ടെ? അയ്യേ, കരയല്ലേ കരയല്ലേ കരയല്ലേ. പെൺപിള്ളേരൊക്കെ ഇങ്ങനെയാണ്. 25-30 ഒക്കെ സാധാരണ മേടിച്ചു. ഞാൻ ഇവനെ തമാശക്ക് അയച്ച ഫോട്ടോസ് എല്ലാം ഉപയോഗിച്ച് വേറെ ആരോ മുഖാന്തരം കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. പേടിച്ച് കാശ് കൊടുത്തു. അത് കഴിഞ്ഞു എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത്? ഇനി നിങ്ങൾ എന്നെ ഫോൺ ചെയ്യാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? തൂങ്ങിച്ചാവണോ? എന്നെ കഴുത്തറുത്ത് ചാവണോ? എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? അണ്ണനൊരു 25,000 രൂപ ഇങ്ങ് അയച്ചതാ. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നേരിട്ട് വന്നിരിക്കാം. ഞാൻ പറയുന്നത് കേൾക്കുമോ? ഇവിടെ തന്നെ ഞാൻ കുത്തി കൊല്ലൂടാ. പറയുന്നത് കേൾക്കുമോ? പറയുന്നത് ഇതെല്ലാം ചെയ്യുന്ന നീ ഇതും ചെയ്തിരിക്കണോ? ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. കൊന്നു കളഞ്ഞേക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. അവള് പറയുന്നതിലും എനിക്കും യാതൊരുവിധ ബന്ധവുമില്ല. ഈ തെറ്റ് ഞാൻ അഭിനയിക്കല്ലടാ. നാടകം കളിക്കും. വിശ്വസിക്കണം. ഞാൻ കുത്താം. നിങ്ങൾ പോണ്ട, ഞാൻ നോക്കിക്കോളാം. ഇവനെ ഞാൻ തന്നെ കുത്തിക്കൊല്ലണം. എടി, ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുന്ന നീ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോടി? നിന്നെ പ്രണയിച്ചതിന് വേണ്ടി ഞാൻ എന്റെ സ്വന്തം ജീവൻ കളയാൻ വേണ്ടി പോലും ശ്രമിച്ചവനാടി. അവൻ അനിയത്തിയുടെ മേലുള്ള സ്നേഹം കൊണ്ട് ദേഷ്യപ്പെടാണ്. നീയെങ്കിലും അത് മനസ്സിലാക്കടി. നീ എനിക്ക് വേണമെന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇവനെ എന്ത് ചെയ്താലും സാരമുള്ള ധൈര്യമായിട്ട് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോഴും ആ തെറ്റ് ഞാനാ ചെയ്തതെന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ തന്നെ ആ കത്തി വാങ്ങിച്ചെന്നെ കുത്ത്. വാങ്ങിച്ച് കുത്തടി. കുത്തെന്ന് പറഞ്ഞില്ലേ? വേണ്ട ചേട്ടാ. ഞങ്ങളുടെ ഏരിയയില് ഗുഡോൺ ഓണർ കാണാൻ വേണ്ടിട്ട് രഞ്ജിത്തിന് ഒരാൾ വരാറുണ്ട്. ഞാനും എന്റെ ഫ്രണ്ട്സും ചെലവിന് വേണ്ടി പണം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതോ ഒരു പെണ്ണിനെ മിരട്ടിയിട്ടാണ് പണം ചോദിച്ചത്. ഞങ്ങളുടെ അക്കൗണ്ടാണ് ഇടാൻ പറഞ്ഞത്. പേടിപ്പിച്ച് എന്തിനാ ചോദിക്കുന്നത്? അതെല്ലാം വേറെ മാറ്ററടാ.
ഒരു പ്രാവശ്യം ഫോൺ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഫോൺ സൂപ്പർ ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഒരു പെണ്ണിന്റെ കാര്യത്തിൽ അടി വാങ്ങിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് അവന്റെ മേലാണ് ഡൗട്ട് വരുന്നത്. ആ പറ മച്ചാനെ. അവനെ പിടിച്ചടാ. ഇവൻ മലറിന്റെ അടുത്ത് മാത്രമല്ല വെറൈറ്റി പൈസ വാങ്ങിച്ചത്, ഇവന്റെ അണ്ടറിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതേലിയാ, ഫേസ്ബുക്ക് വാട്സാപ്പിൽ പുതുതായിട്ട് വരുന്ന മിഡിൽ ക്ലാസ് പെണ്ണുങ്ങളാണ് ഇവന്മാരുടെ ടാർഗറ്റ്. അവരുടെ പേഴ്സണൽ ഫോട്ടോസ് വാങ്ങിച്ച് ഇവന്മാർ ഓരോരുത്തർ ഷെയർ ചെയ്യും. അത് കഴിഞ്ഞ് അതേ ഫോട്ടോ വെച്ച് ആ പെണ്ണുങ്ങളെ വെറൈറ്റി പൈസ വാങ്ങിക്കുന്നതാണ് ഇവന്മാരുടെ ജോലി. ഇങ്ങനെ ഇവന്മാർ ചെയ്യുന്നത് കാരണം പല പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവന്മാരെ വെറുതെ വിടാൻ പാടില്ല. ഈ ഗ്രൂപ്പിൽ മലറിന് വെറൈറ്റി പൈസ വാങ്ങിച്ചവൻ മധുര അവന്യപുരത്തിലെ ആളാ. അവൻ ഈ ഗ്രൂപ്പിലെ മറ്റൊരു അഡ്മിൻ ആണ്. അവന്റെ ഫോട്ടോയും നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്യാം. വരണം ബാസ്, സുഖാണോ? ഫോൺ വിളിച്ച് വരട്ടിക്കഴിഞ്ഞാ ഞാൻ പേടിച്ചു വന്ന് വിചാരിച്ചോടാ. ഞാനെന്താ പീക്കിരി പയ്യനാന്ന് വിചാരിച്ചോടാ. വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നതല്ലേ, വലിയ എമൗണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. നിന്റെ അനിയത്തിയാണെങ്കിൽ 50-60 ചോദിച്ചപ്പോ തന്നെ തൂങ്ങിച്ചാവും, സ്വയം കത്തിക്കുന്നു പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൊണ്ട് പോയാ പോട്ടെ എന്നങ്ങ് വിട്ടു. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? ബാക്കി കാശും തന്നിട്ട് പോകാൻ വന്നാണോ? തന്നിട്ട് പോ ബാസേ, വേറെ പണിയുണ്ട് ഇവിടെ. ദേഹത്തുനിന്ന് കൈയെടുക്കടാ. എന്നെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്താ പോലീസ് സ്റ്റേഷനിലേക്കാണോ? അവർക്ക് അറിയാണ്ടാണോ ഈ കാര്യം നടക്കുന്നത്? 2 ദിവസത്തിൽ വരെ പുറത്തു വിടും, കാണണോ? അതിന്റെ ഒപ്പം നിന്റെ അനിയത്തിന്റെ ഫോട്ടോയും പുറത്തു വരും. വെറുതെ എന്തിനാണ് ആവശ്യമുള്ള പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്? പോയി നിന്റെ അനിയത്തെ കെട്ടിച്ചു വിടാൻ നോക്കടാ. അത് വിട്ടിട്ട് എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങിയേക്കണേ? വാ ബോസ്, നമുക്ക് കെട്ടിപ്പിടിച്ച് ഫ്രണ്ട്സ്. ഇവിടെ നോക്ക്, നിന്നെ അവനെയും പൊക്കിയാലല്ലേ കേസ്. നിന്റെ ഗ്രൂപ്പിലുള്ള മൊത്തം പേരെ പൊക്കിയാ അത് ന്യൂസ് ആണോ? അത് ന്യൂസ് അല്ല, മാസാണ്. ഓടാ വിവരം കെട്ടവന്മാരെ, ഒരു മെസ്സേജ് വിട്ടാ മതി, എല്ലാം ഇങ്ങോട്ട് ഓടിയെത്തും, കാണണോ? കൊന്നോളയുന്നതിന് ഞാൻ എങ്ങനെയാടാ മെസ്സേജ് അയക്കുന്നേ? ഞാനിവന് ഒറ്റയ്ക്കാണെന്ന് കരുതിയോ? വിജയുടെ ഒരു ഫാൻസ് ക്ലബിൽ 25 പേര്, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 250 പേര്, ഞങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്നാ. ഞാനൊരു പഞ്ചം ചോദിച്ചോടാ. തലയ്ക്ക് അസോസിയേഷൻ ഇല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവൂടാ. ഒരു തലവെറിയനും ഒരു തലപതി ഫാനും ഉണ്ടെങ്കിൽ നിങ്ങൾ 30 പേരടാ. 3000 പേര് വന്നാലും ഞങ്ങൾ മതയുടെ നിങ്ങളെ തീർക്കാനായിട്ട്. എന്താ ഓക്കെ അല്ലേ ബേബി? കലക്കി ബേബി. അകത്ത് പോടാ. അച്ഛനെ ഒരു മിനിറ്റ്, ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് വരാം. തലയും ദളപതിയും 2 കണ്ണ്, തിമിർക്കും ആരാധകർ എന്നും ഒന്ന്, എന്നെന്നും ഒറ്റക്കെട്ടായി കൂടെ നിന്ന്, തെറ്റിനധിവരെയെല്ലാം വീട്ടാവിന്ന്, പൂപ്പറിക്കും പോലെ തിന്മയെല്ലാം മാറ്റിയിടും. തലദളപതി ഫാൻസെല്ലാം തുടുത്ത വീറാൽ മുന്നേറും. കുറ്റം മുറ്റും നേരം ഒന്നായിരുന്ന് നമ്മൾ തീപാറും പോലെ പാറിയിടും. കാവൽ നിൽക്കും നമ്മൾ കാലത്തിൻ വാതിൽ നല്ലതിനായി തുറക്കും. തലയും ദളപതിയും 2 കണ്ണ്, തിമിർക്കും ആരാധകർ എന്നും ഒന്ന്, എന്നെന്നും ഒറ്റക്കെട്ടായി കൂടെ നിന്ന്, തെറ്റിനധിവരെയെല്ലാം വീഴ്ത്താവിന്ന്. സിസ്റ്റർ സമ്മതിക്കുന്നില്ല. ഒന്നുകൂടി സംസാരിച്ചു. ശരി ബോസ്.
മൊത്തവന്മാരെയും പൊക്കട. തുപ്പാക്കി സിനിമയിൽ വരുന്ന സീനല്ലേ? നമ്മളല്ലാതെ വേറെ ആരാ വിജയുടെ സീൻ നീ ചെയ്യുന്നത്? ആരുടെ ഫാനാടാ? തല ഫാൻ തന്നെ. അജിത്തിന്റെ ഫാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോടാ. ഞങ്ങൾ ശരിക്കും വിജയുടെ ഫാനാ, പക്ഷെ അജിത്തിന്റെ ക്യാരക്ടർ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ബോസേ ഒരു സിഗരറ്റ് കിട്ടും? ഒന്നും ഫോൺ ദാ ബോസേ എന്ന് പറഞ്ഞാൽ കൗണ്ടർ പണി പോലെ ചെയ്യൂടാ. നട്ടലിന്റെ കട്ടൗട്ടിന്മേലേറി തലൈവൻ ഫോട്ടോയിൽ പാലൂത്തിടും. നാട്ടിൽ പെണ്ണന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോരെ തുരത്തി തീ വയ്ക്കും വീരോടേതാ. സ്ട്രീറ്റ് ഫൈറ്റിൽ പണ്ട് കൊമ്പു കൊറുത്തോർ ഇപ്പോ മാസ് മച്ചിയായി ഒന്നായി തോൾ തട്ടും. തലതളപതി രണ്ടിൻ ഫാൻസിനല്ല ഉയിരിലൊഴുകും അലിവുമറിയും ഇവിടെ അവൻ ഒന്നാണെന്നാളും. ബോസ് സിസ്റ്റർ ഓക്കെ പറഞ്ഞു. ആ പെണ്ണിനെ വെച്ചെന്നെ അവന് ലോക്ക് ചെയ്യും ബോസ്. ഓക്കെ അങ്ങനെ തന്നെ ചെയ്യാം. എങ്ങനെയുണ്ട്? ഇത് അജിത്തിന്റെ എന്നെ എറിഞ്ഞാൽ പടത്തിന്റെ സീനല്ലേ? ബോസ് നിങ്ങൾ ആ സിനിമ നേരെ കാണാത്തോണ്ടാ. അവന് ചോറിൽ വിഷമിച്ച് ഞാൻ തന്നെ വന്നോളാം. വീര്യമോടെ ഈ വിരിമാറു കാട്ടുന്ന വിപത്തിൽ സുഹൃത്തായി കൂടെ നിൽക്കും. പോയ കാലത്തെ വരും കാല ലോകത്തെ കയ്യിൽ കൈ ചേർത്തു കാക്കും നമ്മൾ. മണ്ണിന് പൊന്നിന്റെ പൊരുൾ കൊടുപ്പോർ നാം അവരുടെ കൂടെ എന്നും കൂട്ടായിരിക്കും. കുറ്റങ്ങളെ തേടി കണ്ടുപിടിച്ച് ഓട്ടി വിരട്ടും റോട്ടിലുരുട്ടും ഏതവനെ നമ്മൾ വിരട്ടും. തലയും ദളപതിയും രണ്ട് കണ്ണ് തിമിർക്കും ആരാധകർ എന്നും ഒന്ന്. എന്നെന്നും ഒറ്റക്കെട്ടായി കൂടെ നിന്ന് തെറ്റിനധിപരെയെല്ലാം വീട്ടാവിന്ന്. പൂപ്പറിക്കും പോലെ തിന്മയെല്ലാം മാറ്റിയിടും. തലദളപതി ഫാൻസല്ല തുടുത്ത വീറാൽ മുന്നേറും. കുറ്റം മുറ്റും നേരം നിന്നായിരുന്ന് നമ്മൾ തീപാറും പോലെ പാറിടും. കാവൽ നിൽക്കും നമ്മൾ കാലത്തിൻ വാതിൽ നല്ലതിനായി തുറക്കും. തലയ്ക്കും തളപതിയും തലയ്ക്കും തളപതിയും നമ്മൾ ഒന്ന്. തളപതി 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 രണ്ട് കണ്ണ് നമ്മൾ ഒന്ന്.